കഥ തുടരുന്നു. ആസ്ട്രയിൽ നിന്ന് സിഗാർ എടുത്ത് ചുണ്ടിൽ വെച്ചുകൊണ്ട് ജനാലയ്ക്കരികിൽ മാർച്ച് നിന്നു. പുറത്ത് അന്ധകാരം കട്ടപ്പിടിച്ചു നിന്നിരുന്നു. വെളിച്ചത്തിൻ്റെ രേഖ പോലും കാണുവാനില്ലായിരുന്നു. നക്ഷത്രങ്ങളുടെ പ്രകാശം അങ്ങ് അകലെ താഴ്വരകളിൽ അവ്യക്തമായ ചിത്രം വരച്ചുകൊണ്ടിരുന്നു. കാർമേഘങ്ങൾ ഗിരിശൃംഗങ്ങളിൽ ഉമ്മ വച്ചുകൊണ്ടിരുന്നു. അകലെ കൂടി തീവണ്ടി പാഞ്ഞു പോയിക്കൊണ്ടിരുന്ന ശബ്ദം കേട്ടു. അതിൽ ജോൺസണും എലിസബത്തും കാണുമായിരിക്കും. മാർസിൻ സ്വയം പിറുപിറുത്തു. താൻ കാണിച്ചത് ഒരു തരത്തിൽ മടയത്തരമായിരുന്നുവെന്ന് അദ്ദേഹത്തിന് തോന്നി. ആ ട്രെയിനിൽ തനിക്ക് പോകാമായിരുന്നു. അദ്ദേഹം തിരിഞ്ഞ് കട്ടിലേക്ക് നോക്കി. ആ പെൺകുട്ടി കിടന്നുറങ്ങുകയാണ്. അവൾ ബ്ലാങ്കറ്റ് പോലും പുതച്ചിരുന്നില്ല. അവളുടെ കൺപോളകൾ അടഞ്ഞിരുന്നു. ഏതോ ഒരു മനോഹരമായ സ്വപ്നത്തിൽ അലിഞ്ഞു ചേർന്നതുപോലെ അവളുടെ കവിൾത്തടങ്ങളിൽ ഒരു പ്രത്യേക പ്രകാശം പരത്തി. ആ നിദ്രയിൽ പോലും വശ്യമായൊരു മന്ദഹാസം പട്ടുനൂൽ പോലെയുള്ള അവളുടെ അധരങ്ങളിൽ പൊടിഞ്ഞു നിന്നിരുന്നു. നഗ്നമായ അവളുടെ മാറിടങ്ങൾ ഉയർന്നു വരുന്നത് മങ്ങിയ പ്രകാശത്തിൽ അദ്ദേഹം കണ്ടു. വെണ്ണക്കല്ലിൽ കടഞ്ഞെടുത്തതുപോലുള്ള അവളുടെ കാലുകൾ നഗ്നമായിരുന്നു. കാൽമുട്ടിനു മുകളിൽ അനുസരണയില്ലാതെ കിടന്നിരുന്ന അവളുടെ ലോലമായ നിശാവസ്ത്രം അങ്ങനെയൊന്ന് അവളുടെ ശരീരത്തിൽ ഇല്ല എന്നവണ്ണം കിടന്നു. ഒരു ശില്പി അയാൾ കൊത്തിയെടുത്ത ശിലാവിഗ്രഹത്തെ കാണുന്ന വികാരവായ്പോടെ മാർസിൻ അവളെ നോക്കി നിന്നു. മുറിക്കുള്ളിലെ ചിമ്മിനിയിൽ കൽക്കരി എരിഞ്ഞു തീർന്നിരുന്നുവെങ്കിലും ചൂട് മുറിക്കുള്ളിൽ തങ്ങി നിന്നിരുന്നു. അതുകൊണ്ട് ബ്ലാങ്കറ്റ് കൊണ്ട് അവളെ പുതപ്പിക്കാൻ തോന്നിയില്ല. സോഫയിൽ അവളുടെ കിടപ്പ് നോക്കിക്കൊണ്ട് സിഗാർ പുകച്ചുകൊണ്ട് അദ്ദേഹം ഇരുന്നു. വിജനമായ ഒരു സ്ഥലം, അവിടെ ഒറ്റപ്പെട്ട് നിലകൊള്ളുന്ന ഒരു കെട്ടിടം, അതിനുള്ളിൽ ഒരു മുറിയിൽ മാദകത്വവും സൗന്ദര്യവുമുള്ള ഒരു യുവതിയും ഒരു പുരുഷനും രാത്രിയുടെ രണ്ടാം യാമത്തിൽ കഴിഞ്ഞുകൂടുക. എന്നാൽ ഡിറ്റക്റ്റീവ് മാർക്സിനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെയുള്ള അനവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അവയൊക്കെ നിസ്സംഗതനായ ഒരു മനുഷ്യനെ പോലെയാണ് അദ്ദേഹം നേരിട്ടിട്ടുള്ളത്. എന്നാൽ അതിന് വിപരീതമായിട്ട് നിന്നിട്ടുള്ളത് എലിസബത്ത് മാത്രമാണ്. അതിന് കാരണം അവളുടെയും അദ്ദേഹത്തിൻ്റെയും ലക്ഷ്യം ഒന്നായിരുന്നു. ശാസ്ത്രീയമായ വീക്ഷണവും കുറ്റാന്വേഷണത്തിലുള്ള താല്പര്യവുമാണ് അവർ തമ്മിൽ അടുപ്പിച്ചത്. ഹോട്ടലിലെ ക്ലോക്കിൽ മണി 2 അടിച്ചു. മാർക്സിൻ്റെ കണ്ണുകൾ അദ്ദേഹം അറിയാതെ അടഞ്ഞു. എങ്കിലും ഒരു നിസ്സാര ശബ്ദം കേട്ടാൽ പോലും ഉണരത്തക്ക രീതിയിലാണ് അദ്ദേഹം കിടന്നത്. എങ്കിലും കുറെ കഴിഞ്ഞപ്പോൾ അദ്ദേഹം നിദ്രയിലാണ്ടുപോയി. ക്ലോക്കിൽ തുടരെ തുടരെ മണി ശബ്ദം കേട്ടപ്പോൾ അദ്ദേഹം ഞെട്ടി ഉണർന്നു. അദ്ദേഹം അടുത്ത കട്ടിലേക്ക് നോക്കി. എന്നാൽ അവിടം ശൂന്യമായിരുന്നു. അവളെവിടെ പോയി? മാർക്സിൻ ചോദിച്ചു. തൻ്റെ മുറിയിൽ നിന്ന് എഴുന്നേറ്റ് അദ്ദേഹം പുറത്തു വന്നു. കട്ടിയുള്ള ഒരു ബ്ലാങ്കറ്റ് പുതച്ച വാച്ച്മാൻ ഉറക്കം തൂങ്ങുന്നത് അദ്ദേഹം കണ്ടു. ഈ ഹോട്ടലിൽ കുടിവെള്ളം ലഭ്യമല്ലേ? മാർക്സിൻ ചോദിച്ചു. ഇല്ല സാർ, ഞാൻ വാങ്ങിക്കൊണ്ടുവരാം. മാർക്സിൻ 5 ഫ്രാങ്കിൻ്റെ നോട്ട് അയാൾക്ക് കൊടുത്തു. മൂടൽ മഞ്ഞിനിടയിലൂടെ അയാൾ നടന്നകലുന്നത് അദ്ദേഹം കണ്ടു. തൻ്റെ മുറിയിൽ വന്നപ്പോൾ ആ പെൺകുട്ടിയെക്കുറിച്ചുള്ള ഓർമ്മ അദ്ദേഹത്തിൻ്റെ മസ്തിഷ്കത്തിൽ കടന്നു വന്നു. അവൾ എന്തിനു വന്നു? അവളുടെ ലക്ഷ്യം എന്തായിരുന്നു? വേണമെങ്കിൽ അവൾക്ക് എന്നെ ഉപദ്രവിക്കാമായിരുന്നു. അതോടൊപ്പം മറ്റൊരു ചിന്തയും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കടന്നു വന്നു. തന്നെ വശീകരിച്ച് മറ്റെവിടെയെങ്കിലും കൊണ്ടുപോയി അകപ്പെടുത്തുക എന്ന ഉദ്യോഗസ്ഥർ കൂടിയായിരിക്കണം അവൾ കടന്നു വന്നത്. അത് സാധിക്കാതെ വന്നപ്പോൾ ആ പദ്ധതി അവൾ ഉപേക്ഷിച്ചിരിക്കണം. തനിയെ അവൾ അവിടെ നിന്നും പോകുവാൻ ഭയന്നിരിക്കണം. അല്പം കഴിഞ്ഞപ്പോൾ വാച്ച്മാൻ വെള്ളവുമായി വന്നു. കിഴക്കോട്ട് എപ്പോഴാണ് ബസ്? മാർക്സിൻ അയാളോട് ചോദിച്ചു. സാധാരണ 8 മണിക്കാണ് പുറപ്പെടുന്നത്. അത് കഴിഞ്ഞാൽ താങ്കൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് വണ്ടിയില്ല. തണുപ്പിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഒരു നീണ്ട കമ്പിളിക്കൂട്ടും ഒരു തൊപ്പിയും ധരിച്ച് പുറത്തു വന്നപ്പോൾ തലേന്ന് കണ്ട വണ്ടിക്കാരൻ തൻ്റെ വണ്ടിയുമായി ഹോട്ടലിൻ്റെ മുന്നിൽ നിൽപ്പുണ്ടായിരുന്നു. താങ്കൾക്ക് ബസ്സിൽ പോകണമായിരിക്കും അല്ലേ? വേഗം കയറിക്കൊള്ളൂ, അയാൾ പറഞ്ഞു. ആടി ഉരഞ്ഞുകൊണ്ട് കുതിരവണ്ടി 2 കിലോമീറ്റർ അകലെയുള്ള ബസ് സ്റ്റാൻഡിലേക്ക് പുറപ്പെട്ടു. ബസ് അവിടെ കിടപ്പുണ്ടായിരുന്നു. വണ്ടിക്കാരന് കൂലി കൊടുത്ത ശേഷം മാർക്സിൻ ബസ്സിൽ കയറി. അതാ അവളിരിക്കുന്നു. തലേന്ന് രാത്രി കണ്ട യുവതി ഒരു സീറ്റിലിരുന്ന് എന്തോ വായിക്കുന്നത് അദ്ദേഹം കണ്ടു. അവളുടെ പിന്നിലായി മാർക്സിൻ പോയിരുന്നു. അവൾ തലേദിവസം കണ്ട യാതൊരു ഭാവവും പ്രകടിപ്പിച്ചില്ല. അതിൽ മാർക്സിന് അത്ഭുതം തോന്നാതെയും ഇരുന്നില്ല. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വണ്ടി ഇളകി മുന്നോട്ട് നീങ്ങി. പുതിയതായി നിർമ്മിച്ച ആ പാത അത്ര നല്ലതല്ലായിരുന്നു. അധികം പേർ ആ ബസ്സിൽ കയറിയിരുന്നില്ല. വണ്ടി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. വിജനമായ സ്ഥലത്തുകൂടി ആ വാഹനം കടന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ മുമ്പൊരിക്കൽ ആ സ്ഥലത്ത് വന്ന കഥ അദ്ദേഹം ഓർമ്മിച്ചു. താങ്കൾ പിന്നിൽ ഇരിപ്പുണ്ടായിരുന്നുവോ? അവൾ ചോദിച്ചു. അദ്ദേഹം മറുപടി പറയുന്നതിന് മുമ്പ് തന്നെ അവൾ മാർക്സിൻ്റെ സീറ്റിൽ വന്നിരുന്നു. കണ്ണാടിച്ചില്ലുകൾ പൂർണ്ണമായി ഇട്ടിരുന്നെങ്കിലും ചെറിയ വിടവിൽ കൂടി അപ്പോഴും തണുത്ത കാറ്റ് അടിച്ചുകൊണ്ടിരുന്നു. അല്ല, തണുപ്പ് തോന്നുന്നു അല്ലേ? അവൾ തിരക്കി. അവളുടെ ശരീരത്തിന് നല്ല ചൂടുണ്ടായിരുന്നു. എവിടെ പോകുന്നു? മാർക്സിൻ ചോദിച്ചു. 50 കിലോമീറ്റർ അകലെ എത്തുമ്പോൾ ഞാൻ ഇറങ്ങും. ഒരു മുന്തിരിത്തോട്ടത്തിലാണ് എനിക്ക് ജോലി. ഇന്നലെ രാത്രി താങ്കൾ എനിക്ക് അഭയം തന്നതിന് നന്ദിയുണ്ട്. ചിലപ്പോൾ നാം വീണ്ടും കണ്ടുവെന്നും വരാം. മുന്തിരിത്തോട്ടത്തിൽ എന്ത് ജോലിയാണ്? മാർക്സിൻ ചോദിച്ചു. എൻ്റെ ഒരു അകന്ന ബന്ധത്തിലുള്ള ഒരു സ്ത്രീയുടെ മുന്തിരിത്തോട്ടമാണ്. അവരോടൊപ്പം താമസിക്കുക എന്ന ജോലി മാത്രമേ എനിക്കുള്ളൂ. സൗകര്യപ്പെടുമെങ്കിൽ ഒരു ദിവസം ഞാൻ അവിടെ വരാം, മാർക്സിൻ പറഞ്ഞു. താങ്കൾ എന്തിനാണ് വന്നത്? ഞാനും മുന്തിരിത്തോട്ടത്തിലേക്കാണ്. പക്ഷേ എനിക്ക് വളരെ ദൂരെ പോകേണ്ടിയിരിക്കുന്നു. ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് കുതിരവണ്ടിയിലാണ് യാത്ര. അപ്പോൾ വളരെ ദൂരം താങ്കൾക്ക് പോകേണ്ടി വരുമല്ലോ, അവൾ പറഞ്ഞു. ശരിയാണ്, ഏതാണ്ട് പർവ്വതത്തിൻ്റെ താഴ്വര വരെ പോകേണ്ടി വന്നേക്കും. ഓ, ഈ അടുത്ത കാലത്ത് ഒരു ഫാക്ടറി പണിയുവാൻ തീരുമാനിച്ച സ്ഥലമായിരിക്കുമല്ലോ, അവൾ ചോദിച്ചു. ആ സ്ഥലത്തെക്കുറിച്ച് നിനക്കെങ്ങനെ അറിയാം? അത് ഒരു അപകടം പിടിച്ച സ്ഥലമാണ്. ഈ അടുത്ത കാലത്താണ് അവിടെ 2 പേരെ കാണാതായത്. താങ്കൾ എന്തിനാണ് അങ്ങോട്ട് പോകുന്നത്? ആ ജോലി പൂർത്തിയാക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. ഏതായാലും താങ്കൾ അവിടെ പോകേണ്ടതില്ലായിരുന്നു.
അവിടെ എന്ത് അപകടം ഉണ്ടായെന്നാണ് നീ പറഞ്ഞത്? വിശദ വിവരങ്ങൾ എനിക്ക് അറിഞ്ഞുകൂടാ. അവിടെ വിദേശത്തു നിന്ന് താമസിക്കുന്നവർക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കാറുണ്ട്. അവർ രണ്ടുപേരെ എങ്ങനെ കാണാതായി എന്നുള്ളത് ഇപ്പോഴും അത്ഭുതകരമായ ഒരു കാര്യമാണ്. വളരെയധികം അന്വേഷണങ്ങൾ നടത്തിയിട്ടും യാതൊരു ഫലവും ഉണ്ടായില്ല. അവളുടെ വാക്കുകൾ ഒരു സംശയ വീക്ഷണത്തോടെയാണ് മാക്സിൻ കേട്ടുകൊണ്ടിരുന്നത്. അവൾ കരുതിക്കൂട്ടിയാണ് സംസാരിക്കുന്നതെന്ന് മാക്സിന് തോന്നി. മഞ്ഞ് നീങ്ങിക്കൊണ്ടിരുന്നു. എങ്കിലും സൂര്യകണങ്ങൾ അറച്ചറച്ചാണ് കടന്നു വന്നുകൊണ്ടിരുന്നത്. സൂര്യന് ചൂടുണ്ടായിരുന്നില്ല. മാക്സിൻ അവളുടെ അനുവാദത്തോടെ ഒരു സിഗരറ്റിന് തീ കൊളുത്തി. ഇരുവശവും വിശാലമായി കിടന്നിരുന്ന മുന്തിരിച്ചെടികളുടെ ഇടയിൽ കൂടി പോയിക്കൊണ്ടിരുന്ന വീതി കുറഞ്ഞ വഴിയിൽ കൂടി ഒരു കാസരോഗിയെപ്പോലെ വണ്ടി ആടി ഉലഞ്ഞു മുന്നോട്ട് പോയി. ഏകദേശം 25 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ ഹോട്ടലിൻ്റെ മുന്നിൽ വണ്ടി നിന്നു. മാക്സിൻ അതിൽ നിന്നും ഇറങ്ങി. അവളും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഡ്രൈവറുടെയും മറ്റും നിലപാട് കണ്ടിട്ട് അവർ അല്പസമയം അവിടെ കഴിഞ്ഞുകൂടാനാണ് ഭാവിക്കുന്നതെന്ന് തോന്നി. വേറെ ചൂടുള്ള 2 കാപ്പി അവരുടെ മുന്നിൽ കൊണ്ടുവച്ചു. ആ ഡൈനിങ് ഹാളിൽ അധികം പേരുണ്ടായിരുന്നില്ല. അവരുടെ വസ്ത്രം കണ്ടപ്പോൾ അവർ മുന്തിരിത്തോട്ടത്തിൽ പണിയെടുക്കുന്നവരാണെന്ന് മാക്സിന് തോന്നി. എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊണ്ടുവരൂ, അവൾ പരിചാരകനെ വിളിച്ചു പറഞ്ഞു. അയാൾ എന്താണ് ആവശ്യമെന്ന് കൂടി ചോദിക്കാതെ അകത്തേക്ക് പോയി. അല്പം കഴിഞ്ഞ് വറുത്ത പോർക്ക് ഇറച്ചിയും മയമില്ലാത്ത റൊട്ടിയും അയാൾ മേശപ്പുറത്ത് വെച്ചു. ഇവിടെ ഇതുമാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് എന്താണ് വേണ്ടതെന്ന് ചോദിക്കാഞ്ഞത്, അയാൾ പറഞ്ഞു. അരമണിക്കൂർ കഴിഞ്ഞിട്ടും വണ്ടി പോകുന്ന ലക്ഷണം കണ്ടില്ല. തനിക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് സൃഷ്ടിച്ചത് സ്റ്റേഷൻ മാസ്റ്റർ ആയിരുന്നു. അയാൾ അത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഡോക്ടർ ജോൺസണോടൊപ്പം താനും പോകേണ്ടതായിരുന്നു. എങ്കിൽ ലിമോഗസിൽ കഴിഞ്ഞുകൂടാമായിരുന്നു. ഇത്തരത്തിലുള്ള അബദ്ധം പറ്റുകയില്ലായിരുന്നു. കുറേ സമയം കഴിഞ്ഞപ്പോൾ 4-5 യാത്രക്കാർ കൂടി ബസ്സിൽ വന്നു കയറി. അവർ 4 സ്ത്രീകളും ഒരു പുരുഷനുമായിരുന്നു. അവരും തൊഴിലാളികളായിരുന്നു. വണ്ടിയിൽ അപ്പോൾ സീറ്റുകൾ ബാക്കിയുണ്ടായിരുന്നില്ല. അരമണിക്കൂർ സമയം കഴിഞ്ഞപ്പോൾ വണ്ടി വീണ്ടും മുന്നോട്ട് നീങ്ങി. ഇവിടെയുള്ള ഹോട്ടലുകളിൽ അത്ര രുചികരമായ ആഹാരം ലഭിക്കുകയില്ല. ഇവിടെ ഏറിയ പങ്കും തൊഴിലാളികളാണ്, അവൾ പറഞ്ഞു. മണി 12:20 ആയപ്പോൾ ഒരു ചെറിയ തെരുവിൽ വണ്ടി നിന്നു. പഴയ മാതൃകയിലുള്ള 2-3 കെട്ടിടങ്ങളും കന്നുകാലികളെ വളർത്തുന്ന ഒരു സ്ഥാപനവും അവിടെ ഉണ്ടായിരുന്നു. വഴി അവിടെ അവസാനിച്ചു. അവൾ മാക്സിനോട് നന്ദി പറഞ്ഞ ശേഷം പോയി. ബാഗും പിന്നിൽ തൂക്കിയിട്ട് വളരെ വേഗം നടന്നു പോകുന്ന അവളെ കണ്ണിൽ നിന്നും മറയുന്നതുവരെ മാക്സിൻ നോക്കി നിന്നു. എത്ര ഉത്സാഹവതിയായിട്ടാണ് അവൾ പോകുന്നത്, മാക്സിൻ സ്വയം പറഞ്ഞു. പലരും തന്നെ ശ്രദ്ധിക്കുന്നത് അദ്ദേഹം കണ്ടിരുന്നു. അതിന് കാരണം വിഭിന്നമായ രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ വസ്ത്രധാരണമായിരുന്നുവെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അവിടെയുള്ള ഒരു ചെറിയ ബിയർ വിൽപ്പനശാലയിൽ അദ്ദേഹം കയറിയിരുന്നു. ഒരു വണ്ടി ഏർപ്പാട് ചെയ്യേണ്ടിയിരുന്നതുകൊണ്ട് ആരെയെങ്കിലും പരിചയപ്പെടേണ്ടത് അത്യാവശ്യമായിരുന്നു. ചെറുപ്പക്കാരനായ ഒരു ഭൃത്യൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് താങ്കൾക്ക് എന്താണ് ആവശ്യമെന്ന് ചോദിച്ചു. എനിക്ക് ആവശ്യം ഒരു കുതിരവണ്ടിയാണ്. എനിക്കും അത് തോന്നി. സാറ് അകലേക്ക് എവിടെയോ പോകുകയാണെന്ന്. ഞാൻ ബിയർ കൊണ്ടുവരട്ടെ, അവൻ ചോദിച്ചു. കൊണ്ടുവരൂ, മാക്സിൻ പറഞ്ഞു. അവനൊരു മഗ് ബിയർ കൊണ്ടുവന്നു. അവൻ പോകാൻ തിരിഞ്ഞപ്പോൾ മാക്സിൻ അവനെ വിളിച്ചു. താങ്കൾക്ക് ഒരു കുതിരവണ്ടിയല്ലേ ആവശ്യം? ബിയർ കഴിക്ക്, ഞാൻ അന്വേഷിച്ചു തരാം. അത് പറഞ്ഞ ശേഷം അവൻ ഒരു മൂലയിലിരുന്നു മദ്യപിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ്റെ അടുത്തെത്തി. കൂർത്ത മുഖമുണ്ടായിരുന്ന അയാളുടെ താടിയും തലമുടിയും പാറിപ്പറന്ന് കിടന്നിരുന്നു. കയ്യിലിരുന്ന വിലക്കുറഞ്ഞ ചുരുട്ട് വലിക്കുകയും അതോടൊപ്പം മദ്യം നുണയുകയുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. മാക്സിനെ അയാൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ചെറുപ്പക്കാരൻ അയാളുടെ അടുത്ത് ചെന്ന് വണ്ടിയുടെ കാര്യത്തെക്കുറിച്ച് ചോദിച്ചു. അയാൾ തലയുയർത്തി ആ ചെറുപ്പക്കാരനെ നോക്കി. എവിടെ പോകാനാണ്, അയാൾ ചോദിച്ചു. അത് ഞാൻ ചോദിച്ചില്ല. കുറേ അകലേക്കായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ചധികം ഫ്രാങ്കിൻ്റെ കോള് ഒത്തേക്കും, അവൻ പറഞ്ഞു. നീ പോയി ചോദിച്ചു നോക്ക്. അയാളുടെ കൈവശം ധാരാളം പണം ഉണ്ടെന്ന് തോന്നുന്നു, അയാൾ താടി തടവിക്കൊണ്ട് പറഞ്ഞു. ചെറുപ്പക്കാരൻ മാർക്സിൻ്റെ അടുത്തേക്ക് വന്നു. താങ്കൾ അയാളുമായി സംസാരിക്കുന്നതാണ് നല്ലത്. അയാൾക്ക് വണ്ടിയുണ്ട്, അതോടൊപ്പം നല്ല 2 കുതിരകളും. അയാളുടെ വണ്ടിയെ ജയിക്കാൻ ഈ അടുത്ത പ്രദേശത്തൊന്നും മറ്റൊന്നില്ല. പക്ഷേ തുക അയാൾ അല്പം കൂടുതൽ ചോദിച്ചേക്കും. മാർക്സിൻ എണീറ്റ് അയാളുടെ അടുത്ത് ചെന്നു. അദ്ദേഹം അടുത്തെത്തിയപ്പോൾ അയാൾ 2 പേർക്ക് മദ്യം കൂടി വീണ്ടും ഓർഡർ ചെയ്തു. താങ്കൾ ഒരു കുതിരവണ്ടിക്കാരനാണെന്ന് ഞാൻ അറിഞ്ഞു, മാർക്സിൻ സംഭാഷണത്തിന് മുഖവരയിട്ടു. അതെ, അവൻ പറഞ്ഞത് ശരിയാണ്. പക്ഷേ ഞാൻ അത്ര ദൂരെയൊന്നും എൻ്റെ കുതിരകളെ കൊണ്ട് പോകാറില്ല. ഒരു ദിവസം 5 ഫ്രാങ്ക് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കുതിരകൾക്ക് വിശ്രമമാണ്. അതിൽ 2 ഫ്രാങ്ക് കുതിരകളുടെ തീറ്റയ്ക്കും 3 ഫ്രാങ്ക് എൻ്റെ ചെലവിനും ഞാൻ എടുക്കും. അതിൽ കൂടുതൽ എന്തിനാണ്? അദ്ദേഹം ചുരുട്ട് വീണ്ടും വായിൽ വെച്ചു. എനിക്ക് കുറേ അകലെയാണ് പോകേണ്ടത്. താങ്കളുടെ കുതിരകൾ അതിന് പറ്റുമെന്ന് ആണ് എൻ്റെ വിശ്വാസം. ശരിയാണ്, എത്ര ദൂരം വേണമെങ്കിലും അവയ്ക്ക് സഞ്ചരിക്കാൻ കഴിയും. പക്ഷേ ഞാൻ ബുദ്ധിമുട്ടിക്കാറില്ല. അതുപോട്ടെ, താങ്കൾക്ക് എവിടെയാണ് പോകേണ്ടതെന്ന് പറഞ്ഞില്ലല്ലോ. എനിക്ക് ഉദ്ദേശം 50 കിലോമീറ്ററോളം പോകണം. 50 കിലോമീറ്ററോ? അയാൾ അത്ഭുതത്തോടെ ചോദിച്ചു. നിങ്ങൾ തമാശ പറയുകയാണോ? എനിക്ക് പോകേണ്ട സ്ഥലത്തേക്ക് 50 കിലോമീറ്റർ ദൂരം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇവിടെ ആദ്യമായി വരികയാണ്. അതെനിക്ക് കണ്ടപ്പോൾ തന്നെ തോന്നി. അയാൾ മദ്യം വീണ്ടും കുടിച്ചു. അയാളുടെ താടി രോമങ്ങൾക്ക് ചെമ്പൻ നിറമായിരുന്നു. താങ്കൾക്ക് പോകേണ്ട സ്ഥലം എവിടെയാണെന്ന് എനിക്കറിയാം. അങ്ങോട്ട് 50 കിലോമീറ്റർ ഒന്നുമില്ല, കൂടിയാൽ 30 കിലോമീറ്റർ. എന്നാലും നാം അവിടെ എത്തുമ്പോൾ രാത്രിയാകും. വഴി ദുർഘടം നിറഞ്ഞതാണ്. മഞ്ഞ് വീണു കഴിഞ്ഞാൽ ആകെ കുഴപ്പത്തിലാകും. പോകേണ്ടത് എനിക്ക് വളരെ ആവശ്യമാണ്. കൂലിയെപ്പറ്റി താങ്കൾ വിഷമിക്കേണ്ട. സാധാരണ നിങ്ങൾ വാങ്ങുന്നതിൽ കൂടുതൽ തരാൻ തയ്യാറാണ്. പക്ഷേ എനിക്ക് അവിടെ എത്തേണ്ടത് അത്യാവശ്യമാണ്.
ഒരു പുതിയ മുന്തിരിത്തോട്ടത്തിലേക്കല്ലേ താങ്കൾക്ക് പോകേണ്ടത്? അയാൾ ചോദിച്ചു. അത് നിങ്ങൾക്കെങ്ങനെ മനസ്സിലായി? അല്ലാതെ മറ്റൊരിടത്തേക്ക് താങ്കൾക്ക് പോകേണ്ട ആവശ്യമില്ലെന്ന് എനിക്കറിയാം. പക്ഷേ അതൊരു അപകട മേഖലയാണ്. ഈ അടുത്ത കാലത്താണ് 2 പേരെ അവിടെ കാണാതായത്. അതുകൊണ്ട് ഫാക്ടറിയുടെ ജോലി അവിടെ മുടങ്ങിക്കിടക്കുകയാണ്. നിങ്ങൾ തനിച്ച് അവിടെ താമസിക്കാൻ പോവുകയാണോ? അയാൾ ചോദിച്ചു. അതെ, മാക്സിം പറഞ്ഞു. നിങ്ങളെപ്പോലുള്ള 2 ചെറുപ്പക്കാരാണ് അപകടത്തിൽ കുടുങ്ങിയത്. അതുകൊണ്ട് നിങ്ങളും ആ വലയിൽ കുടുങ്ങരുതെന്നാണ് എൻ്റെ അഭിപ്രായം. അയാളുടെ വാക്കുകളിൽ മാക്സിൻ അത്ര ശ്രദ്ധ പതിപ്പിച്ചില്ല. പരിചാരകൻ ഒരു ബില്ലുമായി വന്നപ്പോൾ വണ്ടിക്കാരൻ പണവും കൂടി മാക്സിന് കൊടുത്തു. മാക്സിൻ അയാൾ കഴിച്ച മദ്യത്തിൻ്റെ വില കൊടുത്തപ്പോൾ അയാളുടെ കണ്ണുകൾ തിളങ്ങി. ശരി, ഞാൻ വരാം, അയാൾ സമ്മതിച്ചു. പക്ഷേ തിരിച്ചിങ്ങോട്ടുള്ള യാത്രയാണ് ബുദ്ധിമുട്ട്, അയാൾ താടി തടവിക്കൊണ്ട് പറഞ്ഞു. നിങ്ങൾക്ക് തനിയെ പോരാൻ ഭയമാണെങ്കിൽ രാത്രി അവിടെ തന്നെ കഴിഞ്ഞുകൂടാം. രാത്രി ഇങ്ങോട്ട് വരുന്ന പ്രശ്നമേ ഇല്ല. ഈ കഴിഞ്ഞ ദിവസമാണ് ഒരു വണ്ടിക്കാരൻ ആ ഭാഗത്ത് വെച്ച് അയാളുടെ കുതിരവണ്ടിയിൽ മരിച്ചു കിടന്നത്. അയാളെ ആരോ അടിച്ചു കൊന്നതാണ്. താങ്കൾ ഇരിക്കൂ, ഞാൻ കുതിരകളെ അഴിച്ച് വണ്ടിയിൽ കെട്ടട്ടെ. അയാൾ ചുരുട്ട് ആഞ്ഞു വലിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി. അയാൾ അങ്ങനെ എളുപ്പം സമ്മതിക്കുന്ന ആളല്ല, ചെറുപ്പക്കാരൻ വന്ന് പറഞ്ഞു. അല്പസമയം കഴിഞ്ഞപ്പോൾ വണ്ടിക്കാരൻ വന്ന് മാക്സിൻ്റെ പെട്ടിയും സൂട്ട് കേസും എടുത്തുകൊണ്ട് പുറത്തേക്ക് പോയി. അദ്ദേഹം അയാളെ അനുഗമിച്ചു. മണി 1 കഴിഞ്ഞിരുന്നു. എങ്കിലും വെയിലിന് ചൂടിലായിരുന്നു. ആ ചെറിയ തെരുവിൽ കൂടി മുന്നോട്ട് നീങ്ങിയപ്പോൾ പാതവക്കിൽ ഇരുന്ന ആളുകൾ വണ്ടി ശ്രദ്ധിക്കുന്നത് മാക്സിൻ കിളിവാതിലിൽ കൂടി കണ്ടു. താങ്കളൊരു വിദേശിയാണെന്ന് അവർക്ക് തോന്നിയിരിക്കണം, വണ്ടിക്കാരൻ തിരിഞ്ഞു പറഞ്ഞു. ഇവിടെ വിദേശികൾ ആരും തന്നെ വരാറില്ലേ? മാക്സിൻ ചോദിച്ചു. സാധാരണ വരാറില്ല, ഇങ്ങനെ ആരെങ്കിലും വന്നാലായി. ആ ചെറിയ തെരുവ് കഴിഞ്ഞ് വണ്ടി പാടങ്ങളിലേക്ക് കടന്നു. ഇരുവശവും വിളഞ്ഞു നിൽക്കുന്ന ഗോതമ്പ് വയലുകൾ. വിശാലമായ ആ വയലിനെ കീറി മുറിച്ചുകൊണ്ടുള്ള പാതയിൽ കൂടി വണ്ടി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. 1 മണിക്കൂർ യാത്ര കഴിഞ്ഞപ്പോൾ വയലുകൾ അവസാനിച്ചു. തരിശു പ്രദേശത്തേക്ക് കടന്നു. ധാരാളം പുല്ലുകൾ വളർന്നു നിന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു അത്. ഇവിടെ കടന്നാൽ നാം കുറ്റിക്കാടുകൾ നിറഞ്ഞ ഒരു പ്രദേശത്ത് പ്രവേശിക്കും. അവിടെ ചെന്നായ്ക്കളുടെയും കാട്ടുനായ്ക്കളുടെയും ശല്യം ഉണ്ടാവാൻ ഇടയുണ്ട്, വണ്ടിക്കാരൻ പറഞ്ഞു. മാക്സിം പെട്ടി തുറന്ന് അതിനുള്ളിൽ നിന്നും ഡബിൾ ബാരൽ ഗണ്ണിൻ്റെ ഭാഗങ്ങൾ ഒന്ന് ചേർത്ത് തയ്യാറാക്കി. സന്ധ്യയാവാൻ തുടങ്ങുകയായിരുന്നു. പടിഞ്ഞാറൻ താഴ്വരകളിൽ മഞ്ഞ നിറം വീണ് കിടന്നിരുന്നു. എന്നാൽ മിനിറ്റുകൾക്കകം ആ നിറം മാറുമെന്നും പകരം ഇരുട്ട് ആ പ്രദേശത്തെ കീഴടക്കി കളയുമെന്നും അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതിനു മുമ്പ് ഒരു ചെറിയ ഹോട്ടലിലെങ്ങാനും ചെന്നുപെട്ടാൽ മതിയായിരുന്നുവെന്ന് അദ്ദേഹം ചിന്തിച്ചു. നാം പോകുന്ന വഴിയിലെങ്ങാനും ഏതെങ്കിലും ഹോട്ടലുണ്ടോ? മാക്സിൻ വണ്ടിക്കാരനോട് ചോദിച്ചു. 30 മിനിറ്റ് കഴിഞ്ഞാൽ ഒരു ചെറിയ ഹോട്ടലിലെത്തും. ഇപ്പോൾ അത് നടക്കുന്നുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ, വണ്ടിക്കാരൻ പറഞ്ഞു. നിങ്ങൾ അടുത്ത കാലത്ത് ഈ വഴിക്ക് വന്നിട്ടില്ലേ? മാക്സിൻ ചോദിച്ചു. ഇല്ല, ഇത്രമാത്രം ദൂരയാത്ര ഞാൻ ഒരിക്കലും നടത്താറില്ല, അയാൾ പറഞ്ഞു. മഞ്ഞ് പെയ്യുവാൻ ആരംഭിച്ചു. വണ്ടിക്കാരൻ തൻ്റെ തടിച്ച തുകൽ കോട്ട് എടുത്തു ധരിച്ചു. കോച്ചിനുള്ളിൽ ആയിരുന്നതിനാൽ മാർക്സിന് കൂടുതൽ തണുപ്പ് തോന്നിയിരുന്നു. എങ്കിലും അദ്ദേഹം ഗ്ലൗസ് കയ്യിൽ തിരുത്തു കയറ്റി കമ്പിളിക്കോട്ട് മടക്കി പെട്ടിയുടെ പുറത്ത് വെച്ചിരുന്നു. ഒരു ഹാഫ് കൊറോണയ്ക്ക് തീ കൊടുത്തുകൊണ്ട് അദ്ദേഹം കിളിവാതിലിൽ കൂടി അന്ധകാരത്തിലേക്ക് നോക്കിയിരുന്നു. അവിടെ ഒരു വിളക്ക് കാണുന്നുണ്ട്, വണ്ടിക്കാരൻ പറഞ്ഞു. ഇനി എന്ത് ദൂരമുണ്ട്? മാക്സിൻ തല വെളിയിലേക്കിട്ട് നോക്കി. 1.5 കിലോമീറ്റർ. ആ സ്ഥലം അല്പം ഉയരത്തിലായതുകൊണ്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്, വണ്ടിക്കാരൻ ചാട്ടവാർ അന്തരീക്ഷത്തിൽ ചുഴറ്റിയടിച്ചുകൊണ്ട് പറഞ്ഞു. വണ്ടി ഹോട്ടലിൽ എത്തിച്ചേർന്നു. മണി 8 കഴിഞ്ഞിരുന്നു. 4-5 പേർ ആ ചെറിയ ഹോട്ടലിലെ വൃത്തികെട്ട മേശകളിലിരുന്ന് ബിയർ കുടിക്കുകയും എന്തോ ചവയ്ക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. മാക്സിൻ ഓവർകോട്ടും തൊപ്പിയും ധരിച്ച് പുറത്തിറങ്ങി. അദ്ദേഹം ഹോട്ടലിൽ കയറിയപ്പോൾ അവിടെ ഇരുന്നവർ ആദരപൂർവ്വം എണീറ്റ് നിന്നു. അവർ പഴത്തോട്ടങ്ങളിൽ ജോലി ചെയ്യുന്നവരാണെന്ന് വേഷം കൊണ്ട് അദ്ദേഹത്തിന് മനസ്സിലായി. എന്തു വേണം? ഹോട്ടൽ മാനേജറായ മധ്യവയസ്കയായ സ്ത്രീ അടുത്തു വന്നു. ബിയർ, പിന്നെ ഭക്ഷണം എന്തുണ്ട്? മാക്സിൻ ചോദിച്ചു. മാനിറച്ചി ഉണങ്ങിയതുണ്ട്, പിന്നെ റൊട്ടിയും, അവർ പറഞ്ഞു. കൊണ്ടുവരൂ. മാക്സിൻ മേശയിലേക്ക് നോക്കി. വളരെ നാളായി ആ മേശ ശുദ്ധീകരിച്ചിരുന്നില്ല. മെഴുക് പോലെ അഴുക്ക് പറ്റിപ്പിടിച്ചിരുന്നു. ഒരു വൃത്തികെട്ട ഗന്ധം ആ മുറികളിൽ അലടിച്ചുകൊണ്ടിരുന്നു. മച്ചിൽ ഒരു എണ്ണവിളക്ക് തൂങ്ങിക്കിടന്ന് മങ്ങിയ വെളിച്ചം പരത്തിക്കൊണ്ടിരുന്നു. അല്പം കഴിഞ്ഞ് ഒരു യുവതി ബിയർ മേശപ്പുറത്ത് കൊണ്ടുവച്ചു. അവൾ കമ്പിളി കൊണ്ട് തുന്നിയ ഒരു ഫ്രോക്കായിരുന്നു ധരിച്ചിരുന്നത്. കാഴ്ചയിൽ അവൾ മധ്യവയസ്കരുടെ മകളാണെന്ന് തോന്നി. മാക്സിൻ ബിയർ ചുണ്ടിൽ വച്ചപ്പോൾ വേറൊരു പെൺകുട്ടി വറുത്ത മാംസവും റൊട്ടിയും കൊണ്ടുവന്നു. അവ അവിടെ വച്ച ശേഷം അവർ ഇരുവരും മാക്സിൻ്റെ അടുത്ത് തന്നെ നിന്നു. എന്താവശ്യമുണ്ടെങ്കിലും സാധിച്ചു കൊടുക്കുവാൻ തയ്യാറായി അവർ നിൽക്കുകയായിരുന്നു. അവിടെ മദ്യം കഴിച്ചുകൊണ്ടിരുന്നവർ ഇറങ്ങി പുറത്തേക്ക് പോയി. വണ്ടിക്കാരൻ ഒരു മൂലയിലിരുന്ന മദ്യം മോന്തിക്കൊണ്ടിരുന്നു. മോൺസിയർ ഇന്ന് പോകുന്നില്ലല്ലോ? മധ്യവയസ്ക വന്ന് ചോദിച്ചു. തീരുമാനിച്ചില്ല, മാക്സിൻ അല്പം ഗൗരവത്തോടെ പറഞ്ഞു. ലിസ മരിയ, അദ്ദേഹത്തെ കാര്യമായി നോക്കിക്കൊള്ളണം. ഞാനിതാ വരുന്നു. അവരുടെ മാതാവ് ഒരു കമ്പിളി തൊപ്പിയും ധരിച്ച് പുറത്തേക്ക് പോയി. അവർ മനഃപൂർവ്വം പോയതാണെന്ന് മാക്സിന് മനസ്സിലായി. ഇതിലാരാണ് ലിസ? മാക്സിൻ ചോദിച്ചു. ഈ ഞാനാണ് മോൺസിയർ. അതിൽ ഒരുവൾ മാറിൽ കൈവച്ചുകൊണ്ട് അടുത്തേക്ക് വന്നു. മാറിൽ കൈവച്ചപ്പോൾ അവൾ ബോധപൂർവ്വം അവളുടെ ഗൗണിൻ്റെ കുടുക്ക അഴിച്ചു കളഞ്ഞു. നഗ്നമായ മാറിടങ്ങൾ. ഇന്ന് രാത്രി മോൺസിയർ പോകണ്ട, പാരീസിലെ പോലെ ഇവിടെ കഴിയാം, ലിസ പറഞ്ഞു. പക്ഷേ ഇവിടെ താമസിക്കാൻ കൊള്ളാവുന്ന മുറികളുണ്ടോ? മാക്സിൻ ചോദിച്ചു. ചിമ്മിനിയുള്ള മുറിയല്ലേ വേണ്ടത്? അങ്ങനെ ഒരെണ്ണമുണ്ട്, അത് ഞങ്ങളുടെ കിടക്കമുറിയാണ്.
അതിൽ താങ്കൾക്ക് കിടക്കാം, മറ്റവൾ പറഞ്ഞു. അപ്പോൾ നിങ്ങളോ? അദ്ദേഹം ചോദിച്ചു. ഇതെന്ത് ചോദ്യമാണ് മോൺസിയർ? അവൾ പരിഭവിച്ചു. ഇവിടെ ഒരു രാത്രി താമസിക്കുന്നതിന് എന്ത് ചിലവ് വരും? താമസം മാത്രമാണെങ്കിൽ 20 ഫ്രാങ്ക്. ഞങ്ങളോടൊപ്പം താമസിക്കണമെങ്കിൽ 50 ഫ്രാങ്ക്. 50 ഫ്രാങ്ക് ഒട്ടും കൂടുതലല്ലെന്ന് താങ്കൾക്ക് തന്നെ മനസ്സിലാകും. അവൾ കടക്കണ്ണുകൊണ്ട് മാർക്സിനെ നോക്കി. എനിക്ക് മനസ്സിലായി. ഞാൻ വണ്ടിക്കാരനുമായി ആലോചിക്കട്ടെ, മാർക്സിൻ പറഞ്ഞു. ശരി മോൺസിയർ, യൂദോൾ സമ്മതിച്ചു. ഇനി എന്ത് വേണം? ധാരാളം മതി. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ വിളിക്കണം. അവർ അകത്തേക്ക് കയറിപ്പോയി. ഇത് മുഴുവനും ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന വണ്ടിക്കാരൻ ഈ സമയം മാർക്സിൻ്റെ അടുക്കലെത്തി. മോൺസിയർ അവരോട് എന്താണ് പറഞ്ഞത്? ഇവിടെ രാത്രി കഴിഞ്ഞു കൂടാമെന്നോ? നല്ല കാര്യമായി. നാളെ നമുക്ക് പോകേണ്ടേ? വണ്ടിക്കാരൻ ചോദിച്ചു. നിങ്ങൾ എന്താണ് പറഞ്ഞത്? ഞാൻ ഒന്നും തന്നെ പറഞ്ഞില്ല. ഒരിക്കലും ഇവിടെ താമസിക്കരുത്. രാത്രിയാകുമ്പോൾ അവരുടെ ഗുണ്ടകൾ വരും, നമ്മെ കൊന്നുകളയും, അതും മയക്കത്തിൽ. ആ സ്ത്രീകൾ ഏത് തരത്തിലുള്ള ലൈംഗിക വൈകൃതങ്ങളും കാണിക്കുവാൻ മടിയില്ലാത്തവരാണ്. നമുക്ക് ഉടൻ തന്നെ പോകണം. രാത്രി നമുക്ക് യാത്ര ചെയ്യാം. താങ്കളുടെ കയ്യിൽ തോക്കുണ്ടല്ലോ, വണ്ടിക്കാരൻ പറഞ്ഞു. മാർക്സിൻ വണ്ടിക്കാരൻ്റെ വാക്കുകൾ ശ്രദ്ധാപൂർവ്വം കേട്ടുകൊണ്ടിരുന്നു. ശരി, നമുക്ക് പോയി കളയാം, അദ്ദേഹം സമ്മതിച്ചു. നാം ഇവിടെ കയറി വന്നപ്പോൾ ഇവിടെ ഇരുന്നവർ അവരുടെ ആളുകളാണ്. ഇപ്പോൾ ആ സ്ത്രീ ആരെയും വിളിക്കാൻ പോയതാണ്. അവർ വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് പോകണം, വണ്ടിക്കാരൻ പറഞ്ഞു. മാർക്സിൻ ഭക്ഷണം കഴിഞ്ഞ് എഴുന്നേറ്റു. ലിസ അടുത്തു വന്നു. ഞങ്ങളുടെ ബിൽ. താങ്കൾ പോവുകയാണോ? ഞാനൊരു സ്ഥലം വരെ പോയി രാത്രി 12 മണിക്ക് മടങ്ങി വരും. ശരി, ഞങ്ങൾ കാത്തിരിക്കും. ഇപ്പോൾ 3 ഫ്രാങ്ക്, അവൾ പറഞ്ഞു. മാർക്സിൻ 3 ഫ്രാങ്ക് മേശപ്പുറത്ത് വെച്ചു. അവർ അവിടെ നിന്ന് യാത്ര തുടർന്നു. മറ്റേതെങ്കിലും വണ്ടിക്കാരനായിരുന്നെങ്കിൽ താങ്കളെ അവിടെ താമസിപ്പിക്കുമായിരുന്നു, അയാൾ പറഞ്ഞു. പക്ഷേ താങ്കൾ വിചാരിക്കുന്ന പോലെ ഒരാളല്ല ഞാൻ, മാർക്സിൻ ഒരു ചുരുട്ടിന് തീ കൊടുത്തുകൊണ്ട് പറഞ്ഞു. ആരാണെങ്കിലും വീണുപോകും മോൺസിയർ, വണ്ടിക്കാരൻ കുതിരകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. നാം എപ്പോൾ അവിടെ എത്തും? മാർക്സിൻ ചോദിച്ചു. താങ്കൾ സൂചിപ്പിച്ച സ്ഥലത്താണെങ്കിൽ 12 കഴിഞ്ഞേക്കും. വണ്ടിയുടെ ആട്ടവും കിളിവാതിൽ കൂടി അടിച്ചുകൊണ്ടിരുന്ന കാറ്റിൻ്റെ ഒഴുക്കും മാർക്സിൻ്റെ കൺപോളകൾക്ക് കനം നൽകി. സാവധാനം അദ്ദേഹം കണ്ണുകളടച്ചു. പെട്ടെന്ന് അദ്ദേഹം കണ്ണുകൾ തുറന്നു. മണി 11 കഴിഞ്ഞുവെന്ന് റേഡിയോ ഡയലുള്ള അദ്ദേഹത്തിൻ്റെ വാച്ച് ഓർമ്മിപ്പിച്ചു. എന്താണ്? മാർക്സിൻ ചോദിച്ചു. ഒരു സ്ത്രീ വഴിയിൽ കിടക്കുന്നു. വണ്ടിക്കാരൻ താഴെ ഇറങ്ങി അവളുടെ അടുക്കലെത്തി. അവൾ അബോധാവസ്ഥയിലായിരുന്നു. വണ്ടിക്കാരൻ ഡിറ്റക്റ്റീവ് മാർക്സിനെ വിളിച്ചു. അദ്ദേഹം ഇറങ്ങിച്ചെന്നു. ഈ സ്ത്രീ ബോധമില്ലാതെ കിടക്കുകയാണ്, വണ്ടിക്കാരൻ പറഞ്ഞു. മാർക്സിൻ തൻ്റെ പെൻ ടോർച്ച് തെളിച്ചു. താൻ ഹോട്ടലിൽ വെച്ച് പരിചയപ്പെട്ട യുവതി. അദ്ദേഹം അത്ഭുതത്തോടെ അവരെ നോക്കിക്കൊണ്ടു നിന്നു. ഇവൾ എങ്ങനെ ഇവിടെ വന്നു? എന്ത് ചെയ്യണം മോൺസിയർ? വണ്ടിക്കാരൻ തിരക്കി. ഉപേക്ഷിച്ച് പോകുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ട് വണ്ടിക്കുള്ളിലാക്കാം. മാർക്സിൻ സ്വയം അവളെ കോരിയെടുത്ത് വണ്ടിക്കുള്ളിലെ സീറ്റിൽ കിടത്തി. അവൾ അബോധാവസ്ഥയിൽ തന്നെയായിരുന്നു. അവൾ അവിടെ എങ്ങനെ എത്തിയോ എന്നുള്ളതിനെക്കുറിച്ച് മാർക്സിന് ഒരു പിടിയും കിട്ടിയില്ല. വണ്ടി മുന്നോട്ട് നീങ്ങിയപ്പോൾ മാർക്സിൻ ടോർച്ച് തെളിച്ച് അവളുടെ മുഖത്തേക്ക് നോക്കി. അവൾ അപ്പോഴും അബോധാവസ്ഥയിലായിരുന്നു. ക്രമേണ മാർക്സിനും നിദ്രയിലേക്ക് വഴുതി വീണു. പെട്ടെന്ന് കുതിരകൾ പേടിച്ചരണ്ട് കരയുന്ന ശബ്ദം കേട്ടു. മാർക്സിൻ ഞെട്ടി ഉണർന്നു. എന്താണ്? എന്തു പറ്റി? അദ്ദേഹം ചോദിച്ചു. കുതിരകൾ മുന്നോട്ട് നീങ്ങുന്നില്ല. എന്തിനെയോ കണ്ട് ഭയന്ന് നിലവിളിക്കുന്നു, വണ്ടിക്കാരൻ പറഞ്ഞു. മാർക്സിൻ തൻ്റെ തോക്ക് കയ്യിലെടുത്തു. ഇതാ, ഈ ടോർച്ച് തെളിച്ചു നോക്കൂ. മാർക്സിൻ കിളിവാതിൽ കൂടി ടോർച്ച് വണ്ടിക്കാരൻ്റെ കയ്യിൽ കൊടുത്തു. അയാൾ ടോർച്ച് തെളിച്ചു. അയ്യോ, അത് എന്തോ പോകുന്നു, അയാൾ വിളിച്ചു പറഞ്ഞു. മാർക്സിൻ തോക്കുമായി പുറത്തിറങ്ങി വന്നു. എവിടെ? അദ്ദേഹം തിരക്കി. ആ കാണുന്ന കാട്ടിലേക്കാണ് മറന്നത്. അത് ഒറ്റപ്പെട്ട ഒരു വനമാണ്. അതാ കിഴക്കുവശത്ത് ആ കുന്നിൻ ചെരുവിൽ ഒരു വിളക്ക് കാണുന്നുണ്ട്. അവിടെയാണോ താങ്കൾക്ക് പോകേണ്ടത്? വണ്ടിക്കാരൻ ചോദിച്ചു. അതേന്ന് തോന്നുന്നു. അങ്ങോട്ട് തന്നെ കുതിരവണ്ടി വിട്ടോളൂ, അദ്ദേഹം പറഞ്ഞു. വണ്ടി കിഴക്കോട്ട് നീങ്ങി. വീതിയില്ലാത്ത ആ വഴിയിൽ കൂടി ഒരു വണ്ടി പോയ പാടുകളുണ്ടായിരുന്നു. അവിടെ എത്തുവാൻ 5 കിലോമീറ്റർ സഞ്ചരിക്കണമെന്ന് തോന്നുന്നു, വണ്ടിക്കാരൻ പറഞ്ഞു. വിളക്ക് കാണപ്പെട്ട ഭാഗത്തേക്കുള്ള വഴി കയറ്റവും ഇറക്കവും അതുപോലെ ഉരുളൻ കല്ലുകൾ നിറഞ്ഞതുമായിരുന്നു. വണ്ടിച്ചക്രങ്ങൾ പലപ്പോഴും ഉരുളൻ കല്ലുകളുടെ മുകളിൽ കയറി തെന്നിക്കൊണ്ടിരുന്നു. യുവതിക്ക് അപ്പോഴും ബോധം തെളിഞ്ഞിരുന്നില്ല. കുതിരകൾ ഏങ്ങി വലിഞ്ഞു പോയിക്കൊണ്ടിരുന്നു. ഒടുവിൽ വിളക്ക് കാണപ്പെട്ട ബംഗ്ലാവിൻ്റെ മുന്നിൽ അവർ എത്തിച്ചേർന്നു. മണി 3. മാർക്സിൻ ആ ബംഗ്ലാവിൻ്റെ ഉള്ളിൽ കടന്നു. ബംഗ്ലാവിൻ്റെ താക്കോൽ സാത്ര് ഏൽപ്പിച്ചിരുന്നു. ആ കെട്ടിടം ആകെ പൊടിപടലങ്ങൾ പിടിച്ചിരുന്നു. മാർക്സിൻ അതിനുള്ളിൽ സൂക്ഷ്മ വീക്ഷണം നടത്തി തിരികെ കുതിരവണ്ടിയുടെ അടുക്കൽ വന്നു. മാർക്സിൻ ഒറ്റയ്ക്ക് ആ പെൺകുട്ടിയെ പൊക്കിയെടുത്ത് അകത്തേക്ക് കൊണ്ടുപോയി. ഒരു സോഫയിൽ കിടത്തി. കുതിരവണ്ടിക്കാരൻ അപ്പോഴും പുറത്തു തന്നെ നിൽക്കുകയായിരുന്നു. താങ്കൾ അകത്തേക്ക് വരുന്നില്ലേ? മാർക്സിൻ പുറത്തു വന്ന് ചോദിച്ചു. ഇല്ല, ഞാൻ തിരികെ മടങ്ങുകയാണ്, അയാൾ പറഞ്ഞു. ഇവിടെ തങ്ങാമെന്നാണല്ലോ ആദ്യം പറഞ്ഞിരുന്നത്. മാർക്സിൻ സംശയദൃഷ്ടിയോടെ അയാളെ നോക്കി. അയാളാകെ പരിഭ്രമിച്ചിരുന്നു. അയാൾ ഒറ്റകുത്തിപ്പിന് കുതിരവണ്ടിയിൽ ചാടിക്കയറി അന്തരീക്ഷത്തിൽ ചാട്ട ചുഴറ്റിയടിച്ചു. ഇല്ല മോൺസിയർ, ഞാൻ ഇപ്പോൾ തന്നെ പോവുകയാണ്. മറുപടിക്ക് കാത്തു നിൽക്കാതെ അയാൾ കുതിരയെ മുന്നോട്ട് പായിച്ചു. അയാൾ എന്തിനെയോ കണ്ട് ഭയന്നിരിക്കുന്നു എന്ന് മാർക്സിന് മനസ്സിലായി. അല്ലെങ്കിൽ അയാൾ തൻ്റെ കൂടെ ഇന്നിവിടെ നിൽക്കുമായിരുന്നു. ഈ അർദ്ധരാത്രിയിൽ ഇത്രയും ദുർഘടം പിടിച്ച വഴിയിൽ കൂടി കുതിരവണ്ടി ഓടിച്ച് ഇത്രയും ദൂരം തിരികെ പോകണമെങ്കിൽ അതിന് തക്കതായ കാരണമുണ്ടെന്ന് മാർക്സിൻ അനുമാനിച്ചു. ആ ബംഗ്ലാവ് രാത്രിയിൽ ഒരു പ്രേതഭവനം പോലെ കാഴ്ചയിൽ മാർക്സിന് തോന്നി. ആ കെട്ടിടത്തിന് ചുറ്റും പൊന്തക്കാടുകൾ തിങ്ങി നിറഞ്ഞ് നിന്നിരുന്നു. മാർക്സിൻ ടോർച്ച് തെളിച്ച് കെട്ടിടത്തിൻ്റെ ചുറ്റും ഒരു വിഹക വീക്ഷണം നടത്തി. ആ ബംഗ്ലാവിൻ്റെ മെയിൻ സ്വിച്ച് കണ്ടുപിടിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം.
മാക്സിൻ ആ കെട്ടിടത്തിൻ്റെ പിൻഭാഗത്ത് എത്തിയപ്പോൾ ഒരു തകര കൊണ്ട് മെയിൻ സ്വിച്ച് മൂടി വച്ചിരിക്കുന്നതായി കണ്ടു. അദ്ദേഹം ടോർച്ച് തെളിച്ചുകൊണ്ട് മൂടി നീക്കം ചെയ്ത് മെയിൻ സ്വിച്ച് പ്രവർത്തനത്തിലാക്കി. കെട്ടിടത്തിനുള്ളിൽ പ്രകാശം പരന്നപ്പോൾ അദ്ദേഹത്തിന് ആശ്വാസമായി. ഇല്ലായിരുന്നെങ്കിൽ ബാറ്ററി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു വിളക്ക് മാത്രമേ അവിടെ അദ്ദേഹത്തിന് ഉപകരിക്കുകയുള്ളൂ. സദാസമയവും പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആ ബാറ്ററി വിളക്കിൽ എത്രമാത്രം ചാർജ് ശേഷിക്കുന്നുണ്ടെന്ന് അദ്ദേഹത്തിന് പ്രവചിക്കാൻ സാധ്യമല്ലായിരുന്നു. മാക്സിൻ തിരികെ ബംഗ്ലാവിന് ഉള്ളിൽ കടന്ന് വാതിൽ പൂട്ടി സാക്ഷിയിട്ടു. അപ്പോഴും ആ യുവതി സോഫയിൽ മയങ്ങിക്കിടക്കുകയായിരുന്നു. മാക്സിൻ തനിക്ക് കിടക്കാൻ ആ കെട്ടിടത്തിലെ ഒരു മുറി തൽക്കാലം ശരിപ്പെടുത്തി. യുവതിയെ നാളെ നേരം വെളുക്കുമ്പോൾ ഉണർത്താം എന്ന് അദ്ദേഹം കരുതി. പ്രാഥമിക പരിശോധനയിൽ അവൾക്ക് ക്ഷീണമല്ലാതെ യാതൊരു പ്രശ്നവും ഇല്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കി. മാക്സിൻ തൻ്റെ മുറിക്കുള്ളിൽ കടന്ന് വാതിൽ അകത്തു നിന്നും പൂട്ടി ഭദ്രമാക്കി. ആ മുറിയിലെ കട്ടിലിൽ അദ്ദേഹം കിടന്നതും നിദ്രയിലേക്ക് വീണതും ഒന്നിച്ചായിരുന്നു. ആ ബംഗ്ലാവിൻ്റെ വാതിലിൽ ആരോ തട്ടി. മാക്സിൻ ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. വീണ്ടും വീണ്ടും തട്ടുന്നു. അദ്ദേഹം കണ്ണു തുറന്നു. മാക്സിൻ കാതോർത്തു. ആരോ ശക്തിയായി തട്ടുന്നുണ്ട്. മാക്സിൻ പെട്ടിയിൽ നിന്ന് റിവോൾവർ എടുത്തുകൊണ്ട് തൻ്റെ മുറിയുടെ പുറത്തു വന്നു. ആ സമയം വാതിലിൽ ശക്തിയായ ഒരു തട്ട് കേട്ടു. ആ കെട്ടിടം മുഴുവൻ കുലുങ്ങുന്നത് പോലെ തോന്നി. പ്രധാന വാതിൽ പാളി താഴേക്ക് അടർന്നു വീഴുമോ എന്ന് സംശയിച്ച് മാക്സിൻ പെട്ടെന്ന് വാതിൽ തുറന്നു. പെട്ടെന്ന് ശക്തിയായ ഒരു അടിയേറ്റ് മാക്സിൻ്റെ കയ്യിൽ നിന്ന് റിവോൾവർ തെറിച്ചുപോയി. അത് എങ്ങോട്ടാണ് പോയതെന്ന് മാക്സിൻ കണ്ടില്ല. ഭീകരരൂപമുള്ള ഒരു മനുഷ്യരൂപം അകത്ത് കടന്നു. ഉറച്ച മാംസപേശികളും ചുവന്ന കണ്ണുകളും ഉള്ള ആ രൂപം നേരെ ചിമ്മിനിക്കടുത്തേക്ക് നടന്നു. നിരായുധനായി അതിനെ എതിരിടുവാൻ സാധ്യമല്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അതുകൊണ്ട് ആ ഭീകര മനുഷ്യൻ്റെ പ്രവർത്തനം എന്താണെന്ന് അറിയുവാൻ അദ്ദേഹം തീർച്ചയാക്കി. ഒരു നായയെപ്പോലെ ശ്വാസോച്ഛ്വാസം ചെയ്തുകൊണ്ട് ആ രൂപം അബോധാവസ്ഥയിൽ കിടന്ന യുവതിയുടെ അടുത്തേക്ക് ചെന്നു. പെട്ടെന്ന് ഇരു കൈകളും കൊണ്ട് യുവതിയെ കോരിയെടുത്ത് ആ രൂപം വന്നതുപോലെ വാതിലിൽ കൂടി പുറത്തു കടന്നു. ടോർച്ചുമായി മാക്സിൻ അതിൻ്റെ പിന്നാലെ എത്തിയെങ്കിലും അത് വളരെ ദൂരം പോയിരുന്നു. അപരിചിതമായ സ്ഥലത്ത് മുന്നോട്ട് പോകുവാൻ നിവൃത്തിയില്ലാതിരുന്നുകൊണ്ട് മാക്സിൻ ആ ശ്രമം ഉപേക്ഷിച്ചു. നിരാശ കലർന്ന മുഖത്തോടെ അദ്ദേഹം തിരിച്ചു വന്നു. മാക്സിൻ ടോർച്ച് തെളിച്ച് വാതിലിൻ്റെ പുറത്തു നിന്നും റിവോൾവർ കണ്ടെടുത്തു. അടുത്ത ദിവസം പകൽ സമയം മാക്സിൻ ആ പ്രദേശം ആകെ ചുറ്റി നടന്നെങ്കിലും അടുത്തൊരു വാസസ്ഥലം പോലും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. രാത്രി 8 മണി ആയപ്പോഴാണ് ചിമ്മിനിയുടെ അടുത്തായി മാക്സിൻ ഇരുന്നത്. ഇന്ന് ആ രൂപം വരുമോ? തീർച്ച പറയുവാൻ സാധ്യമല്ല. എന്നാൽ ഇത്തവണ വന്നെങ്കിൽ അത് ഒരിക്കലും തിരിച്ചു പോകില്ല. അതിനെ അടുത്തുനിന്ന് നേരിടുക പ്രയാസമായതുകൊണ്ട് വാതിൽ തുറന്നിടണം. വാതിൽ പാളിയിൽ അത് തട്ടുകയാണെങ്കിൽ അകലെ നിന്നുകൊണ്ട് കാൽമുട്ടിന് നേരെ വെടിവയ്ക്കാം, മാക്സിൻ ഉറപ്പിച്ചു. സമയം 12. ആ ഭീകരരൂപം ഒരിക്കൽ കൂടി വന്നാൽ അതിനെ നേരിടാൻ തക്കവണ്ണം എല്ലാ തയ്യാറെടുപ്പുകളും അദ്ദേഹം നടത്തിയിരുന്നു. പകൽ മുഴുവൻ അതിനെ ജീവനോടെ പിടിക്കാനുള്ള മാർഗങ്ങൾ മാക്സിൻ നടത്തിയെങ്കിലും അങ്ങനെ ഒന്നിനെ അവിടെ കണ്ടെത്താൻ സാധിച്ചില്ല. പുറത്ത് നല്ല തണുപ്പുണ്ടായിരുന്നു. മാക്സിൻ നെരിപ്പോടിനടുത്തേക്ക് സോഫ നീക്കിയിട്ട് അതിൽ ചാരിക്കിടന്നു. പ്രധാന വാതിൽ തുറന്നു തന്നെ ഇട്ടിരുന്നു. സമയം കടന്നുപോയി. സൂര്യൻ്റെ പ്രകാശകിരണങ്ങൾ അറച്ചറച്ച് മുറിയിൽ കടന്നെത്തി. മാക്സിൻ കണ്ണു തുറന്നു. വളരെ അധിക സമയം മാക്സിൻ ആ ഭീകര മനുഷ്യനെ പ്രതീക്ഷിച്ച് ഉറങ്ങാതെ ഇരുന്നെങ്കിലും അത് അവിടെ കടന്നു വന്നില്ല. എന്തായിരിക്കും അതിന് കാരണം? മാക്സിൻ സ്വയം ചിന്തിച്ചു. തന്നെ അപകടപ്പെടുത്തണമായിരുന്നെങ്കിൽ ആ ഭീകര മനുഷ്യൻ ഇന്നലെ രാത്രി എത്തുമെന്ന് അദ്ദേഹം കരുതി. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഒരുപക്ഷെ ആ യുവതിയെ കടത്തിക്കൊണ്ട് പോവുക മാത്രമായിരിക്കും അതിന് ലഭിച്ച നിർദ്ദേശം. അവൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചു കാണുമോ? ആരാണ് അവൾ? മാക്സിൻ്റെ മസ്തിഷ്കത്തിൽ ചോദ്യങ്ങൾ പൊന്തി വന്നു. ഭക്ഷണത്തിനുള്ള വക മാക്സിൻ തലേ ദിവസം തന്നെ കണ്ടെത്തിയിരുന്നു. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മാക്സിൻ തോക്കെടുത്ത് വേട്ട നടത്തുക പതിവായിരുന്നു. തീയിൽ ചുട്ട കേഴമാനിൻ്റെ ഇറച്ചി അദ്ദേഹം സ്വയം പാചകം ചെയ്തു. താൻ ഇവിടെ എത്തിച്ചേർന്ന വിവരം തൻ്റെ വിളി കാത്തിരിക്കുന്ന ഡോക്ടർ ജോൺസനെയും എലിസബത്തിനെയും മാക്സിൻ വയർലെസ് യന്ത്രം ഉപയോഗിച്ച് അറിയിച്ചു. ഉച്ചവരെ മാക്സിൻ താൻ പ്രവർത്തിക്കേണ്ട പദ്ധതികളെപ്പറ്റിയും ഫാക്ടറികളുടെ പുനഃപ്രവർത്തനത്തിൻ്റെ നടപടിക്രമങ്ങളെപ്പറ്റിയും അദ്ദേഹം ഒരു രൂപരേഖ ഉണ്ടാക്കി. അതിനുശേഷം തൻ്റെ കോട്ടും തൊപ്പിയും ധരിച്ച് മുന്തിരിത്തോട്ടത്തിലേക്ക് യാത്ര തിരിച്ചു. വഴിയിൽ ആരെങ്കിലും കണ്ടുമുട്ടുക എന്തായിരുന്നു മാക്സിൻ്റെ ലക്ഷ്യം. തോട്ടത്തിലൂടെ കുറച്ചധികം യാത്ര ചെയ്തപ്പോൾ അങ്ങകലെ ഒരു കൂട്ടം ആളുകൾ തടിച്ചുകൂടി നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടു. അവർ എന്തോ കണ്ട് അതിന് ചുറ്റും കൂടി നിൽക്കുകയാണ്. മാക്സിൻ അങ്ങോട്ട് ചെന്നപ്പോൾ കൂടി നിന്നവർ അദ്ദേഹത്തെ ബഹുമാനിച്ച് തല താഴ്ത്തി വണങ്ങി. മാക്സിൻ്റെ വേഷമായിരുന്നു അതിന് കാരണം. എന്താണ് നിങ്ങൾ ഇവിടെ കൂടി നിൽക്കുന്നത്? എന്തു പറ്റി? മാക്സിൻ തലയിൽ നിന്നും തൊപ്പി ഊരി മാറ്റിക്കൊണ്ട് ചോദിച്ചു. അതിനവർ ഒരു വശത്തേക്ക് കൈ ചൂണ്ടിയാണ് മറുപടി കൊടുത്തത്. മാക്സിൻ ആ ഭാഗത്തേക്ക് സൂക്ഷിച്ചു നോക്കി. വലിയ കാൽപ്പാടുകൾ. അതൊരു മനുഷ്യൻ്റെ കാൽപ്പാടുകൾ പോലെയായിരുന്നു. എന്നാൽ അതിന് അസാധാരണമായ വലിപ്പമായിരുന്നു. അങ്ങനെയൊന്ന് മാക്സിൻ ആദ്യം കാണുകയായിരുന്നു. പ്രേതങ്ങൾ വീണ്ടും ഇറങ്ങിയിരിക്കുന്നു മോൺസിയർ, കൂടി നിന്നവരിൽ ഒരാൾ പരിഭ്രമിച്ച് പറഞ്ഞു. അവരെല്ലാവരും തന്നെ അടുത്ത മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യുന്നവരായിരുന്നു. ഇവിടെ ഈ ഫാക്ടറി പണിയുന്നത് ശവക്കല്ലറുകളുടെ മുകളിലാണ്. അവരുടെ വാസസ്ഥലത്തെ നശിപ്പിച്ചുകൂടാ. ആരുടെ വാസസ്ഥലത്തെ? മാക്സിൻ സംശയത്തോടെ അവർ ഓരോരുത്തരുടെയും മുഖത്തേക്ക് നോക്കി. അവിടെ വർഷങ്ങളായി ഉറങ്ങിക്കൊടുക്കുന്ന പ്രേതങ്ങളുടെ, അതിലൊരാൾ പറഞ്ഞു. പെട്ടെന്ന് തന്നെ അവർ ഓരോരുത്തരും അവിടെ നിന്നും സ്ഥലം കാലിയാക്കി. മാക്സിൻ അപ്പോഴും അവിടെ തന്നെ നിന്നു. ആ കാൽപ്പാടുകൾ പോയ വഴി അദ്ദേഹം കണ്ണയച്ചു.
അതൊരു കുറ്റിച്ചെടികൾ കൂട്ടമായി നിന്നിരുന്ന കാട്ടിലേക്കാണ് കയറി ചെന്നത്. മാക്സിൻ പരിസരമെല്ലാം ചുറ്റിക്കറങ്ങി നടന്നെങ്കിലും യാതൊരു ഫലവും ഉണ്ടായില്ല. ഫാക്ടറിയുടെ പുനഃപ്രവർത്തനത്തിന് ആ നാട്ടിൽ നിന്നും ആരെയും കിട്ടാൻ ഇനി വഴിയില്ല എന്ന് മാക്സിൻ ഊഹിച്ചു. അദ്ദേഹം വളരെ ദൂരം വീണ്ടും നടന്നെങ്കിലും ഒരു മനുഷ്യക്കുഞ്ഞിനെ പോലും കണ്ടില്ല. ആ നാട്ടുകാർ യഥാർത്ഥത്തിൽ അങ്ങോട്ടും ആ പരിസരത്തേക്കുമുള്ള യാത്ര അവസാനിപ്പിച്ചിരുന്നു. ചുരുക്കം ചില ജോലിക്കാർ മാത്രമാണ് ആ വഴി കടന്നു പോകുന്നത്, അതും കൂട്ടമായി മാത്രം. ഇരുട്ട് ആ പ്രദേശത്തെ പെട്ടെന്ന് കാർന്നെടുത്തു. മാക്സിൻ തൽക്കാലം അന്വേഷണം മതിയാക്കി തിരികെ ബംഗ്ലാവിലെത്തി. അദ്ദേഹത്തിൻ്റെ കയ്യിൽ 3 വലിയ കാട്ടുമുയലുകൾ തൂങ്ങിക്കിടന്നിരുന്നു. അവയ്ക്ക് ജീവൻ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം അതിനെ കുശിനിയരിക്ക് കൊണ്ടുപോയി ഒരു വലിയ പാത്രത്തിൽ അടച്ചു വെച്ചു. വളരെ പെട്ടെന്നാണ് അവിടെ ഇരുൾ പരക്കുന്നത്. ഇരുട്ടായാൽ വന്യമൃഗങ്ങളുടെ കോലാഹലങ്ങൾ അവിടെ ഇരുന്നു കൊണ്ട് അദ്ദേഹത്തിന് കേൾക്കാമായിരുന്നു. മാക്സിൻ നെരിപ്പോടിൽ തീ പിടിപ്പിച്ചതിന് ശേഷം ഒരു ഹാഫ് കൊറോണയ്ക്ക് തീ കൊളുത്തി. തൻ്റെ ബാഗിനുള്ളിലെ തോക്കുകളെടുത്ത് ഒരു മൂലയിൽ അദ്ദേഹം ചാരിവെച്ചു. പെട്ടെന്നുള്ള ഏതൊരു അപകടത്തെയും നേരിടാൻ അദ്ദേഹം തയ്യാറായി തന്നെയിരുന്നു. അകലെ നിന്നും ഒരു കുതിരവണ്ടി അടുത്തടുത്ത് വരുന്ന ശബ്ദം അദ്ദേഹം മുറിക്കുള്ളിൽ ഇരുന്ന് തന്നെ കേട്ടു. ആ കുതിരവണ്ടി വന്നു നിന്നത് ആ ബംഗ്ലാവിൻ്റെ മുന്നിലായിരുന്നു. ടക്ക് ടക്ക് ടക്ക്. കാതിനെ ശക്തിയായി തട്ടുന്ന ശബ്ദം. മാക്സിൻ തോക്ക് കയ്യിലെടുത്തു. ഹലോ മാക്സിൻ, താങ്കളെ വീണ്ടും കണ്ടതിൽ സന്തോഷം, ഡോക്ടർ ജോൺസൺ അല്പം ഫലിതം കലർത്തി പറഞ്ഞു. താങ്കളെയും. മാക്സിൻ്റെ കയ്യിൽ അപ്പോഴും തോക്കുണ്ടായിരുന്നു. ഈ ബംഗ്ലാവ് കണ്ടെത്തുവാൻ അല്പം ബുദ്ധിമുട്ടി. കുതിരവണ്ടിയിൽ നിന്നും ബാഗുകൾ പുറത്തേക്ക് എടുക്കുന്ന തിരക്കിലായിരുന്നു എലിസബത്ത്. കുതിരവണ്ടിക്കാരനെ മാക്സിൻ നോക്കിയിട്ട് കാണാനില്ലായിരുന്നു. മാക്സിൻ കുതിരവണ്ടിയുടെ ചുറ്റും നടന്നു നോക്കി. അതിനുശേഷം ഡോക്ടർ ജോൺസനെ ശ്രദ്ധിച്ചു. അതെ, ഞാൻ തന്നെയാണ് കുതിരകളെ ഇവിടെ വരെ ഓടിച്ചത്, ഡോക്ടർ ജോൺസൺ അഭിമാനത്തോടെ പറഞ്ഞു. ഒരു വണ്ടിക്കാരന് ഇങ്ങോട്ട് വരുവാൻ കൂട്ടാക്കിയില്ല. അവസാനം പറഞ്ഞ വില കൊടുത്താണ് ഈ കുതിരവണ്ടി വാങ്ങിയത്. എലിസബത്ത് വാഗുകൾ ചുവന്ന് അകത്തേക്ക് പടികൾ കയറി. പണം നൽകിയാൽ എന്താ, ഒന്നാന്തരം കുതിരകളാണ് ഇവ, കുതിര ഓട്ടപ്പന്തയത്തിൽ കമ്പക്കാരനായ ഡോക്ടർ പറഞ്ഞു. മാക്സിൻ അവർക്ക് ഓരോ മുറികൾ ആ ബംഗ്ലാവിൽ നൽകി. താങ്കൾ പറഞ്ഞതനുസരിച്ച് ഭക്ഷണം പാകം ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ടുണ്ട്, എലിസബത്ത് പറഞ്ഞു. ഡോക്ടറും എലിസബത്തും ആ ബംഗ്ലാവ് നടന്നു കണ്ടു. താൽക്കാലികമായി പണിതാണെങ്കിൽ കൂടിയും അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. രാത്രി അവർ റൊട്ടിയും മുയലിറച്ചിയും കഴിച്ചു. യാത്ര ചെയ്ത് ക്ഷീണിച്ച് ഡോക്ടറും എലിസബത്തും ഭക്ഷണത്തിന് ശേഷം അവരുടെ മുറികളിലേക്ക് പോയി. മാക്സിൻ അപ്പോഴും തൻ്റെ തോക്ക് കയ്യിൽ പിടിച്ച് സിഗാർ പുകച്ചുകൊണ്ടിരുന്നു. സമയം രാത്രി 12. മാക്സിൻ തോക്കും പെൺടോർച്ചെടുത്ത് പ്രധാന വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി. നിലാവില്ലാത്ത രാത്രിയായിരുന്നു അത്. അദ്ദേഹം കുതിരവണ്ടിയിൽ നിന്നും ഒരു കുതിരയെ മാത്രം അഴിച്ച് സ്വതന്ത്രമാക്കി. അതിന് മുകളിൽ വലിഞ്ഞു കയറി. രാത്രിയിൽ കുതിരവണ്ടിയിൽ സഞ്ചരിക്കുന്നതിൽ നല്ലത് അതിൽ ഒരു കുതിരയുടെ മുകളിൽ കയറി സഞ്ചരിക്കുന്നതാണെന്ന് അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം കുതിരയെ മുന്തിരിത്തോട്ടത്തിലേക്ക് പായിച്ചു. ഏത് കുതിരയെയും അനായാസം മെരുക്കാനുള്ള അഭ്യാസം അദ്ദേഹം ആർജിച്ചിരുന്നു. കുതിര അദ്ദേഹത്തെയും വഹിച്ചുകൊണ്ട് മുന്തിരിത്തോട്ടത്തിലൂടെ പടിഞ്ഞാറോട്ട് പാഞ്ഞു. മാക്സിൻ്റെ ആജ്ഞയ്ക്കൊത്ത് സഞ്ചരിച്ച കുതിര അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം മുൻകാലുകൾ ഉയർത്തി നിന്നു. ആ ഭീകരമനുഷ്യൻ്റെ കാൽപ്പാടുകൾ കണ്ട സ്ഥലമായിരുന്നു അത്. മാക്സിൻ കുതിരയുടെ മുകളിൽ നിന്നും താഴെ ഇറങ്ങി. പെൺടോർച്ച് തെളിച്ച് പരിസരമാകെ വീക്ഷിച്ചു. അവിടം വിജനമായിരുന്നു. എന്നാൽ കാൽപ്പാടുകൾ മാഞ്ഞിരുന്നില്ല. അദ്ദേഹം കുതിരയെ തൊട്ടടുത്തുള്ള ഒരു മരത്തിൽ കെട്ടിയിട്ട ശേഷം ആ കാൽപ്പാടുകൾ നീങ്ങിയ വഴിയെ സഞ്ചരിച്ചു. അത് ചെന്ന് അവസാനിച്ചത് ധാരാളം കുറ്റിച്ചെടികൾ തിങ്ങി വളർന്നു നിൽക്കുന്ന കാടിൻ്റെ മുമ്പിലാണ്. അദ്ദേഹം പെൺടോർച്ച് തെളിച്ചു. പെട്ടെന്ന് അകലെ നിന്ന് ആരോ ഓടിയെടുക്കുന്ന പ്രതീതി അദ്ദേഹത്തിന് തോന്നി. മാക്സിൻ ടോർച്ച് അണച്ചപ്പോൾ വീണ്ടും നിശ്ചലമായി. വീണ്ടും അദ്ദേഹം ടോർച്ച് തെളിച്ചു. അതാ ആരോ ഓടിയെടുക്കുന്ന ശബ്ദം. മുമ്പത്തേക്കാളും വേഗതയുണ്ട് ആ ശബ്ദത്തിന്. അദ്ദേഹം ടോർച്ച് വീണ്ടും അണച്ചു. എന്നാൽ തൻ്റെ തൊട്ടടുത്തായി ആരോ ശ്വാസോച്ഛ്വാസം കഴിക്കുന്നത് അദ്ദേഹത്തിന് കേൾക്കാം. മാക്സിൻ ഒട്ടും ശബ്ദം വയ്ക്കാതെ, ശ്വാസം പോലും കഴിക്കാതെ അങ്ങനെ തന്നെ നിന്നു. തൻ്റെ തൊട്ടുമുന്നിൽ ആരോ നിൽക്കുന്നു. ഏത് നിമിഷവും അത് തന്നെ ആക്രമിക്കാം. കയ്യിൽ തോക്കുണ്ടെങ്കിലും ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ബുദ്ധിയല്ല എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഏകദേശം 2 മിനിറ്റ് നേരം മാക്സിൻ ശ്വാസം അടക്കി പിടിച്ചു നിന്നു. അതിനുശേഷം അത് അദ്ദേഹത്തെ ഒന്നും ചെയ്യുന്നില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിന് അല്പം ആശ്വാസമായി. എന്നിരുന്നാലും തൻ്റെ പെൺടോർച്ച് ഒരു വട്ടം കൂടി പ്രവർത്തിപ്പിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. ടോർച്ചിൻ്റെ വെട്ടത്തിൽ തന്നെ അത് ആക്രമിച്ചാൽ തീർച്ചയായും വെടിവെക്കണമെന്ന് അദ്ദേഹം നിശ്ചയിച്ചു. എന്ത് വരട്ടെ എന്ന് കരുതി ടോർച്ച് തെളിച്ചു. ഒരു വട്ടം മാത്രമേ അതിൻ്റെ മുഖത്തേക്ക് മാർക്സിൻ നോക്കിയുള്ളൂ. അത്രയ്ക്ക് ഭയാനകമായിരുന്നു അതിൻ്റെ മുഖം. കാഴ്ചയിൽ മനുഷ്യരൂപമാണെങ്കിലും അത് വിരൂപമായിരുന്നു. പുരുഷനാണോ സ്ത്രീയാണോ എന്ന് മാർക്സിന് തിരിച്ചറിയാൻ സാധിച്ചില്ല. തൊട്ടടുത്ത നിമിഷം അത് മാർക്സിൻ്റെ നേരെ ചാടി വീണു. അദ്ദേഹം ഞൊടിയിടയിൽ ടോർച്ച് വലിച്ചെറിഞ്ഞ ശേഷം കുനിഞ്ഞ് മാറിക്കളഞ്ഞു. എന്തുകൊണ്ടോ മാർക്സിന് തോക്ക് പ്രവർത്തിപ്പിക്കാൻ അപ്പോൾ തോന്നിയില്ല. അദ്ദേഹം നിലത്ത് കിടന്ന് ഉരുണ്ട് ഒരു വലിയ പോപ്പുലർ വൃക്ഷത്തിൻ്റെ മറവിൽ മറഞ്ഞു നിന്നു. ടോർച്ച് ചെന്ന് പതിച്ച ഭാഗത്തേക്ക് ആ ഭീകരരൂപം വികൃതമായി ശബ്ദമുണ്ടാക്കി പാഞ്ഞെടുത്തു. ഒറ്റച്ചവിട്ടിന് ടോർച്ച് അത് കഷ്ണങ്ങളാക്കി. അതിനുശേഷം ആ രൂപം അല്പനേരം കൂടി അവിടെ നിന്ന ശേഷം വന്നതുപോലെ തിരിച്ച് ഓടിയകന്നു. മാർക്സിൻ എത്ര ആലോചിച്ചിട്ടും ആ രൂപം എന്താണെന്ന് അദ്ദേഹത്തിന് പിടികിട്ടിയില്ല. എന്നാൽ തൻ്റെ ബംഗ്ലാവിൽ കടന്നു കയറി യുവതിയെ തട്ടിയെടുത്ത് കൊണ്ടുപോയത് ഇപ്പോൾ കണ്ട രൂപമായിരുന്നില്ല. ഒരുപക്ഷെ ഇതുപോലെ ധാരാളം ഭീകര മനുഷ്യർ കാണാൻ സാധ്യതയുണ്ട്, മാർക്സിൻ സ്വയം ചിന്തിച്ചു.
മാക്സിൻ അതിനെ പിന്തുടരാൻ തന്നെ തീരുമാനിച്ചു. പക്ഷേ തനിക്ക് ഇരുട്ടിൽ ഏക ആശ്രയമായിരുന്ന തൻ്റെ ടോർച്ച് നഷ്ടപ്പെട്ടിരിക്കുന്നു. എങ്കിലും അദ്ദേഹം ഏകദേശം ഒരു ഉദ്ദേശം വെച്ച് അത് പോയ വഴിയെ നടന്നു. അകലെ എവിടെയോ ചെന്നായ്ക്കൾ ഓലിയിടുന്ന ശബ്ദം കേൾക്കാം. കയ്യിൽ തോക്ക് ഉള്ളതാണ് ഒരേയൊരു ആശ്വാസം. പക്ഷേ പ്രതീക്ഷയ്ക്ക് വിപരീതമായി ശത്രുക്കളുടെ എണ്ണം കൂടിയാൽ അതൊരു പക്ഷേ പ്രശ്നമായേക്കാം. അദ്ദേഹം ഇരുട്ടിലൂടെ തപ്പിത്തടഞ്ഞു നടന്ന് ഒരു വലിയ കാടിൻ്റെ മുന്നിലെത്തി. തന്നെ ഇതുവരെ ആ ഭീകരരൂപം വീണ്ടും ആക്രമിക്കാത്തതിൽ അദ്ദേഹത്തിന് അത്ഭുതവും സംശയവും തോന്നി. ഇനി പ്രകാശം മാത്രമാകുമോ അതിനെ ആകർഷിക്കുന്ന വസ്തു? അദ്ദേഹം സ്വയം ചിന്തിച്ചു. മാക്സിൻ പോക്കറ്റിൽ തിരഞ്ഞു. ധൃതിയിൽ സിഗാർ ലൈറ്റ് എടുക്കാനും മറന്നു. താനിപ്പോൾ നിൽക്കുന്നത് വലിയ ഒരു വനത്തിൻ്റെ മുന്നിലാണ്. ഒരുപക്ഷെ കയ്യിൽ പ്രകാശമില്ലെങ്കിൽ തനിക്ക് മറ്റു ജന്തുക്കളുടെ ആക്രമണം നേരിടേണ്ടി വരും. എന്ത് ചെയ്യണമെന്നറിയാതെ അദ്ദേഹം കുഴഞ്ഞു. ഇപ്പോൾ തൽക്കാലം തിരികെ പോകുവാൻ അദ്ദേഹം ഒടുവിൽ തീരുമാനിച്ചു. പകൽ ഈ സ്ഥലമെല്ലാം കണ്ടു പഠിച്ചതിന് ശേഷം അടുത്ത ദിവസം രാത്രി വീണ്ടും വരുവാൻ അദ്ദേഹം തീരുമാനമെടുത്തു. പോകാനായി പിന്നോട്ട് തിരിഞ്ഞതും അദ്ദേഹം ധരിച്ചിരുന്ന കോട്ടിൻ്റെ കീഴ്ഭാഗം എന്തോ ഒന്നിൽ ഉടക്കി. ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ അതൊരു മുള്ളു കമ്പിയിൽ തറച്ചിരിക്കുകയാണ്. അദ്ദേഹം സൂക്ഷിച്ചു നോക്കി. അത് കണ്ട് മാക്സിൻ ആശ്ചര്യനായി. തൻ്റെ കോട്ട് ഉടക്കിയിരിക്കുന്നത് സാധാരണ ഒരു മുള്ളു കമ്പിയിലല്ല, ഒരു മുള്ളു വേലിയിലാണ്. ആരോ അതിനുള്ളിലേക്ക് ജന്തുക്കളോ മനുഷ്യരോ ആരും തന്നെ കടക്കരുത് എന്ന ഉദ്ദേശത്തിലാണ് അത് കെട്ടിയിരിക്കുന്നത്. ഒരുപക്ഷേ ഈ മുള്ളുവേലി ഒരു അതിർത്തിയായിരിക്കാം. മാക്സിൻ പോക്കറ്റിൽ തോക്ക് ഉണ്ടോയെന്ന് തപ്പി നോക്കി ഉറപ്പുവരുത്തി. ഇത് വേലിയാണെങ്കിൽ ഉള്ളിലേക്ക് കടക്കാൻ ഒരു വാതിലുണ്ടാകാം എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അങ്ങനെ ഒന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അത് കണ്ടെത്തണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. മാക്സിൻ ശബ്ദം വയ്ക്കാതെ മുള്ളുവേലിയുടെ ഒരു അറ്റം നോക്കി ചുറ്റും നടന്നു. ഓരോ കാലടിയും അറച്ചറച്ചാണ് അദ്ദേഹം വയ്ക്കുന്നത്. ഒരുപക്ഷേ താൻ ചവിട്ടുന്നത് ഉഗ്രവിഷമുള്ള പാമ്പിനെയോ മറ്റോ ആണെങ്കിൽ കഥ അപ്പോൾ തന്നെ കഴിയും. അതിനാൽ വളരെ ശ്രദ്ധയോടെയാണ് ഓരോ കാലും എടുത്തു വയ്ക്കുന്നത്. പെട്ടെന്ന് ഒരു നിഴൽ പോലെ എന്തോ ഒന്ന് വനത്തിനുള്ളിൽ കൂടി ഓടിയകലുന്നത് മാക്സിൻ കണ്ടു. അത് ഒരുപക്ഷേ തന്നെ ആക്രമിച്ച ഭീകര മനുഷ്യനാകാം. മാക്സിൻ കൂടുതൽ ജാഗ്രത പാലിച്ചു. ഏകദേശം 100 മീറ്ററിലധികം മാക്സിൻ മുള്ളുവേലി ചുറ്റിക്കാണു. തൻ്റെ മുന്നിൽ മുള്ളുവേലിയിൽ ഒരു ഗേറ്റ് പിടിപ്പിച്ച ഭാഗം കണ്ടു. എന്നാൽ അവയിൽ പുല്ലുകൾ വളർന്ന് പന്തലിച്ച് കിടന്നിരുന്നു. ഒറ്റ നോട്ടത്തിൽ അതൊരു ഗേറ്റ് ആണെന്ന് ആരും പറയില്ല. അദ്ദേഹം ഗേറ്റിന് മുകളിൽ പടർന്നു നിന്നിരുന്ന കാട്ടുവള്ളികൾ ഒരു മരത്തിൻ്റെ കമ്പ് ഉപയോഗിച്ച് അടർത്തി മാറ്റിക്കൊണ്ടിരുന്നു. അതൊരു കാടായതുകൊണ്ട് കൈകൾ കൊണ്ട് അതിൽ പിടിക്കുന്നത് ശരിയല്ലെന്ന് മാക്സിന് തോന്നി. അപ്പോഴാണ് മാക്സിൻ ശ്രദ്ധിച്ചത്, ആ ഗേറ്റിന് അകത്തുനിന്നും ബന്ധിക്കാനുള്ള ഒരു കുറ്റി അതിനുണ്ടായിരുന്നു. പക്ഷേ അത് പൂട്ടിയിരുന്നില്ല. അദ്ദേഹം ഗേറ്റിൽ തള്ളി നോക്കിയപ്പോൾ അത് കിരിക്കിരാ ശബ്ദത്തോടെ അകത്തേക്ക് തുറന്നു. മാക്സിൻ അകത്ത് കടന്നു. അവിടെ നിന്നും ആരംഭിക്കുന്ന ഒരു കാട്ടുപാത അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടു. അത് ആ വനത്തിലൂടെ സ്ഥിരമായി നടന്ന് ഉത്ഭവിച്ചതാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ആ പാത എങ്ങോട്ടാണ് എത്തിച്ചേരുന്നത് എന്നറിയാൻ മാക്സിന് വളരെയധികം ആകാംക്ഷയുണ്ടായി. ഒരടി വീതി മാത്രമേ ആ വഴിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതിനാൽ തന്നെ അപ്രതീക്ഷിതമായ ഒരു അപകടം ഉണ്ടായാൽ അത് തിരിച്ചറിയാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ആ വലിയ വനത്തിൽ അത്തരമൊരു പാത കണ്ടതിൽ അദ്ദേഹത്തിന് തികച്ചും അത്ഭുതമുണ്ടായി. അദ്ദേഹം ധൈര്യം സംഭരിച്ച് മുന്നോട്ട് ചുവടുകൾ വെച്ചു. അധിക ദൂരം ആ വഴിക്ക് ഇല്ലെന്ന് അദ്ദേഹം ഊഹിച്ചു. ഉണ്ടായിരുന്നെങ്കിൽ സുരക്ഷിതമായി പോകാനുള്ള ക്രമീകരണങ്ങൾ ആ വഴിയിൽ ഉണ്ടാകുമായിരുന്നു. പക്ഷേ സ്ഥിരമായി ആ വഴി ആരെല്ലാമോ ഉപയോഗിക്കുന്നുണ്ടെന്നും അദ്ദേഹം മനസ്സിലാക്കി. കാരണം ആ വനത്തിൽ ആ പാതയിൽ മാത്രം ഒരു പുൽനാമ്പ് പോലും മുളച്ചിരുന്നില്ല. പെട്ടെന്ന് അദ്ദേഹം ഒരു കാൽപെരുമാറ്റം കേട്ടു. മാക്സിൻ നിശ്ചലനായി നിന്നു. തൻ്റെ പിന്നിൽ നിന്നുമാണ് ആ കാൽപെരുമാറ്റം. മാക്സിൻ കാതോർത്തു. ആരോ നടക്കുന്ന ശബ്ദം. ആരായിരിക്കും? മാക്സിൻ ശ്വാസം പോലും കഴിക്കാതെ ആ ശബ്ദം ശ്രദ്ധിച്ചു നിന്നു. അത് കൂടുതൽ അടുത്തടുത്ത് വരുന്നു. മാക്സിൻ ആ പാതയിൽ നിന്നും മാറി അടുത്ത് കണ്ട ഒരു വലിയ വൃക്ഷത്തിൻ്റെ മറവിലേക്ക് നീങ്ങി നിന്നു. കോട്ടിൻ്റെ പോക്കറ്റിൽ നിന്നും തൻ്റെ ഏക ആശ്രയമായ തോക്ക് വെളിയിലെടുത്തു. ഒരു റൗണ്ടിന് 12 വെടികൾ ഉതിർക്കാൻ സാധിക്കുന്ന അമേരിക്കൻ റിവോൾവർ ആയിരുന്നു അത്. മാക്സിൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിന് സമ്മാനിച്ചതായിരുന്നു ആ തോക്ക്. വേണ്ടിവന്നാൽ വെടി ഉതിർക്കാൻ അദ്ദേഹം തീരുമാനിച്ച് ശബ്ദം കേൾക്കുന്ന ഭാഗത്തേക്ക് തോക്ക് ചൂണ്ടി നിന്നു. അതാ ഒരു മനുഷ്യൻ നടന്നു വരുന്നു. കാഴ്ചയിൽ 7 അടിയിലധികം ഉയരം അതിനുണ്ടായിരുന്നു. ആ മനുഷ്യൻ പാതയിലൂടെ നടന്നു വരികയാണ്. മാക്സിൻ്റെ അടുത്തെത്തിയപ്പോൾ നിലാവിൻ്റെ പ്രകാശത്തിൽ അദ്ദേഹം അതിൻ്റെ മുഖം കണ്ടു. പൈശാചികമായ വികൃത മുഖമായിരുന്നു അതിനുണ്ടായിരുന്നത്. ആര് കണ്ടാലും ഭയന്ന് ബോധം നഷ്ടമാകുന്ന ഒന്ന്. അതൊരു മനുഷ്യനാണെന്ന് ഉറപ്പിക്കാൻ മാക്സിന് കഴിഞ്ഞില്ല. നേരത്തെ കണ്ട ഭീകര മനുഷ്യനിൽ നിന്നും വ്യത്യസ്തമായ ആകാരവടിവായിരുന്നു ഇപ്പോൾ കാണുന്നതിനുണ്ടായിരുന്നത്. പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ചുവന്ന മനുഷ്യൻ്റെ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇത്തരത്തിലുള്ള മനുഷ്യരെ കണ്ടതാണ്. എന്നാൽ അതിൽ നിന്നും കാഴ്ചയിൽ തികച്ചും വ്യത്യസ്തമായിരുന്നു ഇപ്പോൾ താൻ കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യർ. അന്ന് ജെയിൻ എന്ന കറുത്ത വർഗ്ഗക്കാരിയായ ശാസ്ത്രജ്ഞ ഫ്രാൻസിലെ വെളുത്ത വർഗ്ഗക്കാരെ ഇല്ലായ്മ ചെയ്യാനായി കണ്ടെത്തിയ ഉപായമായിരുന്നു ചുവന്ന മനുഷ്യൻ എന്ന കണ്ടുപിടുത്തം. മരണശേഷം മൃതശരീരങ്ങൾ കൊണ്ടുവന്ന് അതിനുശേഷം അവയിൽ പരീക്ഷണങ്ങൾ നടത്തി തലച്ചോർ പോലും മാറ്റിവെച്ച് ജീവൻ നൽകുകയാണ് ചെയ്തത്. അവ പിന്നീട് ആ ശാസ്ത്രജ്ഞ ഈ നാട്ടിലെ വെളുത്ത വർഗ്ഗക്കാർക്കെതിരെ ഒരു ആയുധമായി മാറ്റി. പക്ഷേ താൻ ഇപ്പോൾ കാണുന്നത് മൃതശരീരങ്ങൾ അത്തരത്തിൽ തീർത്തതായിരുന്നില്ല. ആ ഭീകരരൂപം മാർക്സ് നിൽക്കുന്ന ഭാഗത്തേക്ക് നടന്നെടുത്തു. മാർക്സിൻ്റെ ഭാഗത്ത് വന്നപ്പോൾ അതിൻ്റെ വേഗത കുറഞ്ഞത് അദ്ദേഹം ശ്രദ്ധിച്ചു. ആ രൂപം അവിടെ നിന്നു. മാർക്സിൻ തന്നെ ആ രൂപം കാണുകയാണെങ്കിൽ കാഞ്ചി വലിക്കാൻ തീരുമാനിച്ചു.
എന്നാൽ ആ രൂപം വീണ്ടും മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. തൻ്റെ സാന്നിധ്യം അതിന് മനസ്സിലായിട്ടുണ്ടാവില്ല. മാക്സിൻ തോക്ക് പോക്കറ്റിലിട്ടു. മാക്സിൻ ആ വൃക്ഷത്തിൻ്റെ മറവിൽ നിന്നും പുറത്തു വന്ന് പാതയിലേക്ക് വീണ്ടും പ്രവേശിച്ചു. ആ ഭീകരമനുഷ്യനെ പിന്തുടരാൻ തന്നെ അദ്ദേഹം തീരുമാനിച്ചു. ഒരുപക്ഷെ അതിനെ പിന്തുടർന്നാൽ യുവതിയുടെയും മറ്റ് 3 വ്യക്തികളുടെയും തിരോധാനത്തെക്കുറിച്ച് എന്തെങ്കിലും തെളിവുകൾ കിട്ടാൻ വഴിയുണ്ടെന്ന് അദ്ദേഹം ചിന്തിച്ചു. മാക്സിൻ ആ പാതയിൽ കൂടി മുന്നോട്ട് നടന്നു. പക്ഷേ എത്ര വേഗതയിൽ നടന്നിട്ടും തനിക്ക് മുമ്പേ നടന്നുപോയ ആ ഭീകരരൂപത്തെ കാണാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഏകദേശം ഒരു ഫർലോങ് ദൂരം നടന്നു കാണും. മാക്സിൻ പെട്ടെന്ന് നിശ്ചലനായി നിന്നു. തലയ്ക്ക് മുകളിൽ വൃക്ഷങ്ങളിൽ ഇരുന്നുകൊണ്ട് പക്ഷികൾ ഭീതിപ്പെടുത്തുന്ന ശബ്ദങ്ങൾ ഇടയ്ക്കിടെ പുറപ്പെടുവിച്ചുകൊണ്ടിരുന്നു. നിലാവ് ഉണ്ടായിരുന്നെങ്കിലും മാക്സിന് ആ പ്രദേശം വ്യക്തമായി കാണാൻ സാധ്യമല്ലായിരുന്നു. ഒറ്റയ്ക്ക് ഈ രാത്രിയിൽ അവിടെ വന്നതിൽ അദ്ദേഹത്തിന് നിരാശ തോന്നി. കാരണം താനിപ്പോൾ നിൽക്കുന്നത് ഒരു വലിയ പടർപ്പിന് മുന്നിലാണ്. അതിനു മുന്നിൽ വച്ച് താൻ സഞ്ചരിച്ചിരുന്ന വഴി അവസാനിച്ചു. ഇനി എങ്ങോട്ട് പോകണമെന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. മുന്നിൽ ആ പച്ചില പടർപ്പില്ലാതെ മറ്റു മാർഗങ്ങളൊന്നും കാണുന്നില്ല. ആ ഭീകരമനുഷ്യൻ ഇവിടെ നിന്നും എങ്ങോട്ട് പോയി കാണും? അദ്ദേഹം ആലോചിച്ചു നോക്കി. ഇനി ഇവിടെ എവിടെയെങ്കിലും തന്നെ ആക്രമിക്കാൻ പതിയിരിപ്പുണ്ടോ എന്ന് അദ്ദേഹം സംശയിച്ചു. മാക്സിൻ തോക്ക് കോട്ടിൻ്റെ പോക്കറ്റിൽ നിന്നും പുറത്തെടുത്തു. മാക്സിൻ തൻ്റെ മുമ്പിലുള്ള വള്ളിപ്പടർപ്പുകൾ വകഞ്ഞു നീക്കി നോക്കി. അതൊരു മതിൽക്കെട്ടിനുള്ളിലേക്കുള്ള പ്രവേശന കവാടമായിരുന്നു. മാക്സിൻ തോക്ക് ചൂണ്ടി കൈകൾ ഉള്ളിൽ കടത്തി. അതിനുശേഷം ഉടലും. അതിനുള്ളിലായി വള്ളിച്ചെടികൾ ചുവരിൽ അവയുടെ വേരുകളെ ആഴ്ന്നിറക്കി പച്ചനിറം പകർന്നുകൊണ്ടുള്ള ഒരു വലിയ കൂന അദ്ദേഹം കണ്ടു. ഇതെന്താണ്? മാക്സിന് ഒന്നും മനസ്സിലായില്ല. താനിപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്ന സ്ഥലം തികച്ചും പുറം ലോകത്തിന് അജ്ഞാതമാണ്. എന്തുകൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള ഒരു സജ്ജീകരണം ഇവിടെ ചെയ്തതെന്ന് എത്ര ആലോചിച്ചിട്ടും മാക്സിന് പിടികിട്ടിയില്ല. ഒരുപക്ഷെ അതിനുള്ളിൽ ധാരാളം ഭീകര മനുഷ്യരുണ്ടാകാം. അവ മനുഷ്യരെ കടത്തിക്കൊണ്ടുവന്ന് തടങ്കലിലാക്കി വയ്ക്കുന്ന ഇടമാകും. അതുമല്ലെങ്കിൽ മനുഷ്യരെ കൊന്നതിന് ശേഷം മറവ് ചെയ്യുന്ന സ്ഥലമാകാം. ഇത്തരത്തിലുള്ള ധാരാളം സംശയങ്ങൾ മാക്സിൻ്റെ ചിന്താമണ്ഡലത്തിൽ കടന്നുകൂടി. ആ വലിയ കൂനയുടെ മുന്നിലേക്ക് മാക്സിൻ നടന്നെടുത്തു. പലതരത്തിലുള്ള വള്ളികൾക്കിടയിൽ ഒരു വാതിൽ അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടു. അതിനടുത്തേക്ക് മാക്സിൻ നീങ്ങി നിന്ന് ചെവി വാതിലിനോട് ചേർത്ത് വെച്ചു. ഉള്ളിൽ നിന്നും യാതൊരു ശബ്ദവും കേൾക്കുന്നില്ല. പുറത്തുനിന്ന് നോക്കിയാൽ ഒരു വള്ളിപ്പടർപ്പ് ആണെന്നല്ലാതെ മറ്റു യാതൊന്നും തോന്നുകയില്ലായിരുന്നു. മാക്സിൻ മെല്ലെ വാതിൽ അകത്തേക്ക് തള്ളി നോക്കി. അത് പൂട്ടിയിട്ടില്ലായിരുന്നു. വളരെ ലാഘവത്തോടെ വാതിൽ അകത്തേക്ക് തുറന്നു. അകത്തുനിന്നും പ്രകാശം പുറത്തേക്ക് ഒഴുകി. മാക്സിൻ ശബ്ദമുണ്ടാക്കാതെ തോക്ക് ചൂണ്ടി അകത്തേക്ക് കടന്നു. അത് ഒരു ചെറിയ സ്വീകരണ മുറിയായിരുന്നു. എന്നാൽ ആധുനികമായ എല്ലാ സൗകര്യങ്ങളും അവിടെ മാക്സിൻ കണ്ടു. മുറിയിൽ സ്റ്റഫ് ചെയ്തു വച്ചിരുന്ന ധാരാളം മൃഗങ്ങളെ അദ്ദേഹം കണ്ടു. പെട്ടെന്ന് അകലെ ഒരു കാൽപെരുമാറ്റം മാക്സിൻ കേട്ടു. അദ്ദേഹം ആ മുറിയിൽ നിന്നും അദ്ദേഹത്തിന് സമീപമുള്ള മറ്റൊരു മുറിയിലേക്ക് കടന്നു നിന്നു. സ്വീകരണ മുറിയിൽ നിന്നപ്പോൾ തനിക്ക് എതിരെ ഉണ്ടായിരുന്ന മുറിയിൽ നിന്നുമാണ് കാൽപെരുമാറ്റം കേട്ടത്. താനിപ്പോൾ കയറിയ മുറിയിൽ അരണ്ട വെളിച്ചം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ അരണ്ട വെളിച്ചത്തിൽ മാക്സിൻ മുറിയിൽ ഒന്ന് അവലോകനം നടത്തി. ധാരാളം സിറിഞ്ചുകൾ ഉപയോഗിച്ചതിന് ശേഷം ഒരു മൂലയിൽ കൂട്ടിയിട്ടിരുന്നു. അവയ്ക്ക് മാസങ്ങളുടെ പഴക്കമുണ്ടായിരുന്നു. മറ്റൊരു മൂലയിൽ ചുവരിനോട് ചേർന്ന് ഒരു തടിയലമാര അദ്ദേഹം കണ്ടു. പഴയ രീതിയിൽ കൊത്തുപണികൾ ചെയ്ത ഒരു അലമാരയായിരുന്നു അത്. ആ അലമാരയുടെ പിടികൾ എന്നാൽ ലോഹം കൊണ്ടുള്ളതായിരുന്നു. പുറത്തെ കാൽപെരുമാറ്റം അത് പ്രധാന വാതിൽ കടന്ന് അവസാനിച്ചു. മാക്സിൻ അലമാര തുറക്കാനായി അതിനടുത്തേക്ക് നീങ്ങി നിന്നു. കൈകൊണ്ട് അലമാരയുടെ പിടിയിൽ പിടിച്ചു വലിച്ചു. അലമാര തുറന്നു വന്നു. അതിനുള്ളിൽ ധാരാളം പുതിയ സിറിഞ്ചുകളും സൂചികളും മരുന്നുകളെന്ന് തോന്നിക്കുന്ന ധാരാളം ചെറിയ കുപ്പികളും ഉണ്ടായിരുന്നു. അവയെല്ലാം തന്നെ പാക്കറ്റ് പോലും പൊട്ടിക്കാത്തവയായിരുന്നു. മാക്സിൻ അലമാരിക്കുള്ളിലെ ഓരോ ഇഞ്ച് സ്ഥലവും പരിശോധിച്ചു. പക്ഷേ മറ്റൊന്നും അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞില്ല. ഒരു ടോർച്ച് ലഭിച്ചിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അലമാരിക്കുള്ളിലെ ചെറിയ കുപ്പികളെല്ലാം ഒരേ വലിപ്പത്തിലുള്ളതായിരുന്നു. മാക്സിൻ അതിലൊരു കുപ്പി കയ്യിലെടുത്തു. തിരിച്ചും മറിച്ചും നോക്കി. അതിനുള്ളിൽ ജലം പോലെ ഒരു ദ്രാവകമായിരുന്നു. ക്രിസ്റ്റൽ ബെനിറ്റോ എന്ന് കുപ്പിയിൽ രേഖപ്പെടുത്തിയിരുന്നു. മറ്റൊന്നും അതിൽ അടയാളപ്പെടുത്തിയിട്ടില്ലായിരുന്നു. ക്രിസ്റ്റൽ ബെനിറ്റോ എന്നത് ഫ്രാൻസിലെ പ്രധാന ബോട്ടിൽ നിർമ്മാണ കമ്പനിയാണെന്ന് മാക്സിന് അറിയാമായിരുന്നു. പക്ഷേ കുപ്പിക്കുള്ളിൽ എന്താണെന്ന് ആ ബോട്ടിൽ ലേബൽ ചെയ്തിട്ടുമില്ല. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ? മാക്സിൻ സ്വയം ചിന്തിച്ചു. എങ്ങനെയായിരിക്കും ഈ ബോട്ടിലുകൾ ഇവിടെ എത്തിയത്? എന്തായിരിക്കും ബോട്ടിനുള്ളിൽ? മാക്സിന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലായില്ല. ബോട്ടിലിനുള്ളിൽ എന്താണെന്ന് വ്യക്തമായി അറിയാതെ അത് തുറന്നു നോക്കുന്നത് ഒരുപക്ഷെ അപകടം വിളിച്ചു വരുത്താം എന്ന് അദ്ദേഹം കരുതി. പെട്ടെന്ന് വീണ്ടും പുറത്ത് ഒരു കാൽപെരുമാറ്റം ഉണ്ടായി. അത് അടുത്തടുത്ത് വന്നു. മാക്സിൻ അലമാര അടച്ച് ആ മുറിയുടെ കവാടത്തിന് അടുത്തേക്ക് വന്നു. മാക്സിൻ അവിടെ ഒളിഞ്ഞിരുന്ന് സ്വീകരണ മുറിയിലേക്ക് കണ്ണു പായിച്ചു. അതാ ആ ഭീകര മനുഷ്യൻ. അതിൻ്റെ പിന്നാലെ നടന്നാണ് താൻ ഈ അപകടം നിറഞ്ഞ സ്ഥലത്ത് എത്തിച്ചേർന്നത്. അദ്ദേഹം അതിനെ സൂക്ഷിച്ചു നോക്കി. അതിൻ്റെ ചുമലിൽ ആരോ കിടക്കുന്നു. ഒരു പുരുഷനാണ്. മാക്സിൻ ഒന്നുകൂടി അതാരാണെന്ന് നോക്കി. ഡോക്ടർ ജോൺസൺ. മാക്സിൻ്റെ അതിരങ്ങൾ അറിയാതെ പറഞ്ഞുപോയി. എലിസബത്ത് എവിടെ? മാക്സിൻ വീണ്ടും സ്വീകരണ മുറിയിലേക്ക് നോക്കി. പക്ഷേ അവിടെ മറ്റാരെയും കണ്ടില്ല. ആ ഭീകര മനുഷ്യൻ ഡോക്ടർ ജോൺസണെയും ചുമലിലേറ്റുകൊണ്ട് മറ്റൊരു വാതിൽക്കൽ കൂടി നടന്നുപോയി. മാക്സിൻ സ്വീകരണ മുറിയിൽ കടന്ന് ആ ഭീകര മനുഷ്യൻ്റെ പിന്നാലെ നീങ്ങി. ആ വാതിൽ കടന്നു ചെല്ലുന്നത് ഒരു ഇടനാഴിയിലേക്കാണ്. അവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് പടികൾ കയറിപ്പോകുന്ന ഭീകര മനുഷ്യനെ മാക്സിൻ മറിഞ്ഞിരുന്ന് കണ്ടു. അതിനുശേഷം അദ്ദേഹവും അതിന് പിന്നാലെ പടികൾ കയറാൻ തീരുമാനിച്ചു. ഓരോ പടിയും വളരെ ശ്രദ്ധിച്ചാണ് അദ്ദേഹം കയറുന്നത്.
ഏതെങ്കിലും കാരണത്താൽ തന്നെയും പിടിക്കപ്പെട്ടാൽ എലിസബത്തിൻ്റെ കാര്യം എന്താകുമെന്ന് അദ്ദേഹം ചിന്തിച്ചു. മുകളിൽ എന്തൊക്കെയോ ശബ്ദങ്ങൾ അദ്ദേഹത്തിന് കേൾക്കാം. അദ്ദേഹം പടവുകൾ കയറി മുകളിലെത്തി. ധാരാളം മുറികളുള്ള ഒരു താൽക്കാലിക കെട്ടിടം പോലെ അത് തോന്നിപ്പിച്ചു. മുകളിലെ ഒരു മുറിയിൽ നിന്നുമാണ് ശബ്ദങ്ങൾ കേൾക്കുന്നത്. മാക്സിൻ ഒരു തൂണിൻ്റെ മറവിൽ മറഞ്ഞു നിന്നു. ഒരു മുറിയിൽ നിന്നും അകത്തേക്ക് പോയ ഭീകര മനുഷ്യൻ വെളിയിൽ വന്ന് പടവുകൾ ഇറങ്ങി താഴേക്ക് പോകുന്നത് മാക്സിൻ കണ്ടു. പക്ഷേ ചുമലിൽ അത് വഹിച്ചു കൊണ്ടുവന്ന ഡോക്ടർ ഇല്ലായിരുന്നു. വീണ്ടും ആരോ 2 പേർ തമ്മിൽ സംസാരിക്കുന്നത് മാക്സിന് കേൾക്കാം. മാക്സിൻ കാതോർത്തു. ഒരു സ്ത്രീയുടെയും പുരുഷൻ്റേതുമാണ് ശബ്ദം. പക്ഷേ പുരുഷ ശബ്ദം ഡോക്ടറുടേതല്ല. എന്നാൽ സ്ത്രീ ശബ്ദം അദ്ദേഹത്തിന് പരിചയമുള്ളതുപോലെ തോന്നി. പക്ഷേ അവർ പരസ്പരം എന്താണ് സംസാരിക്കുന്നതെന്ന് വ്യക്തമല്ലായിരുന്നു. മാക്സിൻ മുറിയുടെ കുറച്ചുകൂടി അടുത്തേക്ക് നീങ്ങി നിന്നു. തന്നെ ആരെങ്കിലും കണ്ടാൽ തന്നെ അവർക്ക് നേരെ വെടിവെക്കാൻ മാക്സിൻ തീരുമാനിച്ചു. ഇപ്പോൾ മാക്സിനും ആ മുറിയും തമ്മിൽ ഒരടി വ്യത്യാസം മാത്രമേ ഉള്ളൂ. സ്ത്രീ. നമുക്ക് ഇയാളെ ഇപ്പോൾ തന്നെ കൊന്നുകളഞ്ഞാലോ? വേണ്ട ബെല്ല, ഇയാളെയും പരീക്ഷണത്തിന് ഉപയോഗിക്കാൻ നമുക്ക് കഴിയും. പുരുഷൻ്റെ ശബ്ദം. ബെല്ല, മാക്സിൻ മന്ത്രിച്ചു. അത് അപകടമാണ് ലോപ്പസ്. ഇയാൾ ആരാണെന്ന് അറിയാതെ നമ്മൾ അത്തരത്തിൽ പ്രവർത്തിക്കുന്നത് മടയത്തരമാണ്. കാരണം ഇയാളെ കണ്ടെത്തിയത് നമ്മുടെ സംഘത്തിൻ്റെ പരിസരത്ത് നിന്നാണ്, ബെല്ല പറഞ്ഞു. അതുകൊണ്ട് എന്താണ്? അങ്ങനെ വരുമ്പോൾ ഇയാൾ ഇങ്ങോട്ട് വന്ന് ആ കുറ്റാന്വേഷകൻ്റെ നിർദ്ദേശപ്രകാരമോ മറ്റോ ആകും. ഇയാളെ കാണാതെ വന്നാൽ ആ കുറ്റാന്വേഷകൻ ഇയാളെ അന്വേഷിച്ചു വന്ന് ഈ സങ്കേതം കണ്ടെത്താൻ സാധ്യതയുണ്ട്. കേട്ടിടത്തോളം ആൾ സമർത്ഥനാണ്. അങ്ങനെയാണോ? അതെ. എന്നാൽ ഇയാളെ കൊന്ന് മുന്തിരിത്തോട്ടത്തിൽ എവിടെയെങ്കിലും കൊണ്ടിട്ടാൽ അത് കണ്ട് അയാൾ ഭയന്നോടും. അത് തീർച്ചയാണ്, ബെല്ല അഭിപ്രായപ്പെട്ടു. ശരി, നിൻ്റെ ഇഷ്ടം പോലെ. പക്ഷേ ഇയാൾക്ക് ബോധം തിരിച്ചു കിട്ടട്ടെ. നമുക്ക് വിവരങ്ങൾ ആദ്യം ചോദിച്ചറിയാം, എന്നിട്ട് വേണ്ടതുപോലെ പ്രവർത്തിക്കാം. ലോപ്പസ് ആ മുറിയിൽ നിന്നും പുറത്തു കടന്നു. മാർക്സിൻ ഒരു തൂണിൻ്റെ മറവിൽ ഒളിച്ചു നിന്നു. ലോപ്പസ് മാർക്സിൻ്റെ ഒരു കാൽപെരുമാറ്റം കേട്ട് തൂണിലേക്ക് ശ്രദ്ധിച്ചു. പക്ഷേ അയാൾ കൂടുതൽ അത് കാര്യമാക്കാതെ പടവുകൾ ചവിട്ടി താഴെ ഇറങ്ങി നടന്നുപോയി. ആ കെട്ടിടത്തിനുള്ളിൽ തങ്ങളുടെ അനുവാദം കൂടാതെ ആരും കയറില്ല എന്ന ആത്മവിശ്വാസമായിരുന്നു അയാൾ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ചതെന്ന് മാർക്സിന് മനസ്സിലായി. അയാൾ ഒരു മുഷിഞ്ഞ നെടുങ്കൻ കുപ്പായം ധരിച്ചിരുന്നു. ധാരാളം പോക്കറ്റുകളുള്ള ആ കുപ്പായത്തിൻ്റെ പല സ്ഥലങ്ങളിലും പൊള്ളലേറ്റിരുന്നു. എന്നാൽ അത് പടർന്നിരുന്നില്ല. ഏതെങ്കിലും തരത്തിലുള്ള ആസിഡുകൾ വീണതാണ് അതിന് കാരണമെന്ന് മാർക്സിൻ അനുമാനിച്ചു. തൊട്ടടുത്ത നിമിഷം ആ സ്ത്രീയും ഇറങ്ങി വന്നു. ഹോട്ടലിൽ വെച്ച് കണ്ടുമുട്ടിയ പെൺകുട്ടി, മാർക്സിൻ ഓർമ്മിച്ചു. ഹോട്ടലിൽ വന്ന് തന്നെ അപായപ്പെടുത്തുകയായിരുന്നു അവളുടെ ഉദ്ദേശം. അതിന് കഴിയാതെ വന്നപ്പോൾ തന്നെ പല സ്ഥലങ്ങളിൽ ഫോളോ ചെയ്യുകയായിരുന്നു അവളെന്ന് മാർക്സിന് തോന്നി. പക്ഷേ ബോധരഹിതയായി കുതിരവണ്ടിയുടെ മുന്നിൽ കിടന്നത് എങ്ങനെയാണെന്ന് മാർക്സിന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലായില്ല. അവൾ മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം താക്കോലിട്ട് മുറി പുറത്തുനിന്നും പൂട്ടി. താക്കോൽ കതകിനോട് ചേർന്ന് ചുവരിലുള്ള ആണിയിൽ തൂക്കിയിട്ടു. അതിനുശേഷം പടവുകൾ ഇറങ്ങി നടന്നകന്നു. മാർക്സിൻ ഒറ്റക്കുതിപ്പിനെ താക്കോൽ കരസ്ഥമാക്കി. ശരവേട്ട വേഗം പൂട്ടു തുറന്നു. ശബ്ദം ഉണ്ടാക്കാതെ അദ്ദേഹം വാതിൽ തുറന്ന് അകത്ത് പ്രവേശിച്ചു. ജോൺസൺ, മിസ്റ്റർ ജോൺസൺ, മാർക്സിൻ ഡോക്ടറെ വിളിച്ചു. അല്പസമയത്തിന് ശേഷം ഡോക്ടർ ജോൺസൺ കണ്ണു തുറന്നു. മാർക്സിൻ, താങ്കളോ? ജോൺസൺ അത്ഭുതപ്പെട്ടു. താങ്കൾ എങ്ങനെയാണ് ഇവിടെ വന്നുപെട്ടത്? അതും ഈ രാത്രിയിൽ? മാർക്സിൻ ജോൺസനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ആ മുറിയിലുള്ള ബെഞ്ച് പോലെ ഒന്നിൽ ജോൺസനെ കിടത്തിയിരിക്കുകയായിരുന്നു. ആ മുറിയിലെ സജ്ജീകരണങ്ങൾ കണ്ടാൽ ഒരു ചെറിയ ലാഭമാണതെന്ന് തോന്നിക്കുമായിരുന്നു. ഞാൻ താങ്കൾ അന്വേഷിച്ചു വന്നതാണ്. ജോൺസൺ എണീറ്റിരുന്നു. എന്നെയോ? അതെന്തിനാണ്? താങ്കൾ കുതിരപ്പുറത്ത് പോകുന്ന ശബ്ദം ഞാൻ കേട്ടിരുന്നു. ഞാൻ നോക്കുമ്പോൾ മുന്തിരിത്തോട്ടത്തിലേക്കാണ് പോയത്. എനിക്കും താങ്കളുടെ ഒപ്പം വരണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അവിടെ അഴിച്ചുകെട്ടിയ കുതിരയിൽ പിന്നാലെ വന്നു. എലിസബത്ത്? എലിസബത്ത് അപ്പോഴോ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. താങ്കൾ എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടത്? മാർക്സിൻ വീണ്ടും തിരക്കി. ഞാൻ മുന്തിരിത്തോട്ടത്തിലൂടെ താങ്കളെ അന്വേഷിച്ച് നടന്നു. പക്ഷേ അവിടെയെങ്ങും താങ്കളെ കണ്ടില്ല. അതിനുശേഷം വീണ്ടും ഞാൻ കുതിരയെ മുന്നോട്ട് പായിച്ചു. അപ്പോഴാണ് താങ്കളുടെ കുതിരയെ ഒരു മരത്തിൽ കെട്ടിയിരിക്കുന്നത് കണ്ടത്. പക്ഷേ താങ്കളെ അവിടെ എങ്ങും കണ്ടില്ല. എന്നിട്ട് ഞാൻ താങ്കളെ ആ പരിസരമാകെ അന്വേഷിച്ചു. അപ്പോൾ കാട്ടിനുള്ളിൽ ഒരു നിഴൽ നടന്നു നീങ്ങുന്നത് ഞാൻ കണ്ടു. ഞാനത് താങ്കളാണെന്ന് കരുതി നിഴൽ നീങ്ങിയ ഭാഗത്തേക്ക് ഓടിയെടുത്തു. പക്ഷേ ആ കാഴ്ച കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. എന്താണ് താങ്കൾ കണ്ടത്? മാർക്സിൻ ആശ്ചര്യത്തോട് ചോദിച്ചു. ഒരു ആജാനുബാഹായ മനുഷ്യൻ. അത് മനുഷ്യനാണോ എന്ന് പോലും സംശയമുണ്ട്. ഞാനതിനെ കണ്ടതും ഞാൻ പിന്തിരിഞ്ഞോടാൻ ശ്രമിച്ചതൊപ്പമായിരുന്നു. പക്ഷേ വളരെ വേഗത്തിൽ അതെന്നെ കടന്നു പിടിച്ചു. ഞാൻ എത്ര ശ്രമിച്ചിട്ടും എനിക്ക് ആ പിടി വിടുവിക്കാൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് അത് കൈ ഉയർത്തി എൻ്റെ തലയിൽ ആഞ്ഞടിച്ചു. അതിനുശേഷം ഇപ്പോൾ മാത്രമാണ് ഞാൻ ഉണർന്നത്. നമ്മളിത് എവിടെയാണ് മാർക്സിൻ? ഡോക്ടർ ജോൺസൺ ജിജ്ഞാസയോടെ ചോദിച്ചു. ഡോക്ടർ ജോൺസൺ, താങ്കൾ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. മാർക്സിൻ പുറത്തേക്ക് നോക്കിക്കൊണ്ട് ആരും വരുന്നില്ലെന്ന് ഉറപ്പുവരുത്തി. നമ്മളിപ്പോൾ ഉള്ളത് വളരെ കുഴപ്പം പിടിച്ച ഒരു സ്ഥലത്താണ്. ഇവിടെ എന്തൊക്കെയോ രഹസ്യങ്ങൾ നടക്കുന്നുണ്ട്. ഞാനിവിടെ വരുമെന്ന് ഇവിടെ ഉള്ളവർക്ക് നേരത്തെ വിവരങ്ങൾ ലഭിച്ചിരുന്നു. അവർ എൻ്റെ വരവ് പലതവണ തടയാൻ ശ്രമിച്ചതുമാണ്. ആരാണവർ? ഡോക്ടർ ചോദിച്ചു. അവർ തീർച്ചയാക്കാറായില്ല. ഇവിടെ ഏതോ തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടക്കുന്നതായി എനിക്ക് സംശയമുണ്ട്. നമുക്ക് അത് എത്രയും വേഗം മനസ്സിലാക്കണം. മാർക്സിൻ കോട്ടിൻ്റെ പോക്കറ്റിൽ കൈയിട്ട് അതിൽ നിന്നും താൻ നേരത്തെ കണ്ട അലമാരിയിൽ സൂക്ഷിച്ചിരുന്ന ചെറിയ കുപ്പിയിൽ ഒരെണ്ണം പുറത്തെടുത്ത് ജോൺസനെ കാണിച്ചു. ജോൺസൺ അത് വാങ്ങി നോക്കി. ക്രിസ്റ്റൽ ബെനിറ്റോ. ഡോക്ടർ അതിരങ്ങൾ മന്ത്രിച്ചു. ഞാനും അത് കണ്ടതാണ്. പക്ഷേ അത് ഈ കുപ്പി നിർമ്മിച്ച കമ്പനിയുടെ പേര് മാത്രമാണ്. ഇതിനുള്ളിലുള്ള ദ്രാവകം എന്താണെന്ന് താങ്കൾക്ക് കണ്ടെത്താൻ സാധിക്കുമോ?
ഡോക്ടർ ജോൺസൺ പോക്കറ്റിൽ നിന്നും 2 ഗ്ലൗസുകൾ പുറത്തെടുത്ത് കൈകളിൽ അണിഞ്ഞു. അദ്ദേഹം ഗ്ലൗസുകൾ സദാ കൂടെ കൊണ്ടു നടക്കുന്ന പ്രകൃതക്കാരനായിരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള ജന്തുക്കളെയും പക്ഷികളെയും സ്പെസിമെൻ കിട്ടിയാൽ അത് പരിശോധിക്കാനായിരുന്നു അത്തരമൊരു നടപടി. ഡോക്ടർ കുപ്പി മുഖത്തു നിന്നും കുറച്ച് അകലമായി മാറ്റിപ്പിടിച്ച് ഗ്ലൗസിട്ട കൈകൾ കൊണ്ട് അതിൻ്റെ മൂടി തിരിച്ചു വലിച്ചു തുറന്നു. അതിൽ നിന്നും സുഖകരമല്ലാത്ത ഗന്ധം മുറിയിൽ അല്പനേരം തങ്ങി നിന്നു. ഡോക്ടറുടെ മുഖത്ത് ചുളിവുകൾ ഉയർന്നു. അദ്ദേഹം എണീറ്റ് ആ മുറിയിൽ തന്നെ സജ്ജീകരിച്ചിരുന്ന ലാബിൽ ചില പരീക്ഷണങ്ങൾ നടത്തി. ചില ബോട്ടിലുകളിൽ ദ്രാവകങ്ങളും ചില സോൾട്ടുകളും അവിടെ ഉണ്ടായിരുന്നു. ബീക്കറുകളിലും ടെസ്റ്റ് ട്യൂബുകളിലും അദ്ദേഹം ആ ദ്രാവകം കലർത്തുകയും പരിശോധിക്കുകയും ചെയ്തു. നിമിഷങ്ങൾ കടന്നുപോയി. മാക്സിൻ ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്നു. കിട്ടി മാക്സിൻ, ഇത് അല്പം കുഴപ്പം പിടിച്ച സംഗതിയാണ്, ഡോക്ടർ മൈക്രോസ്കോപ്പിലൂടെ നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്താണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? മാക്സിൻ ആകാംക്ഷഭരിതനായി. ഈ മരുന്ന് ഒരു പ്രത്യേക രീതിയിൽ നിർമ്മിച്ചതാണ്. എന്നുവെച്ചാൽ ഇതിൻ്റെ ഉൽപ്പാദനത്തിന് ഏറ്റവും പ്രധാനിയായ ഒരു ശാസ്ത്രജ്ഞൻ തന്നെ വേണം. വർഷങ്ങളുടെ പരീക്ഷണത്തിലൂടെയാകാം ഇതിൻ്റെ ഫോർമുല കണ്ടെത്തിയത്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? മാക്സിൻ കടന്നു ചോദിച്ചു. പറയാം. ഈ മരുന്ന് ആരുടെയെങ്കിലും ഉള്ളിൽ കടന്നാൽ അത് ഉടനെ പ്രവർത്തിക്കില്ല, പക്ഷേ ഓരോ ദിവസവും മാറ്റങ്ങളുണ്ടാക്കും. തലച്ചോറിലാണ് ഇതിൻ്റെ പ്രവർത്തനം. ഇത് തലച്ചോറിൽ എത്തിക്കഴിഞ്ഞാൽ ക്രമേണ മരുന്ന് സ്വീകരിച്ച വ്യക്തി 10 മടങ്ങ് ബലവാനാവുകയും എന്നാൽ ഒരാളോട് അടിമപ്പെടുകയും ചെയ്യും. എന്നുവെച്ചാൽ ക്രമേണ സ്വന്തമായി ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാതെ മറ്റൊരാളെ യജമാനായി കണ്ട് അടിമപ്പെട്ട് ജീവിക്കേണ്ടതായി വരും. ന്യൂറോ കെമിക്കലുകളിൽ വ്യതിയാനം ഉണ്ടാകും. പിന്നെ മറ്റൊരു കാര്യം കൂടി ഡോക്ടർ പറഞ്ഞു. എന്താണ്? ഈ മരുന്ന് ശരീരത്തിൽ കടന്നാൽ അയാൾ വിരൂപനായി തീരുകയും ശരീരത്തിൽ മുറിവുകൾ സംഭവിച്ചാൽ ഒരിക്കലും അത് ഉണങ്ങാത്ത വ്രണമായി മാറുകയും ചെയ്യും. മാക്സിൻ അത്ഭുതപ്പെട്ടു പോയി. താഴെ ഒരു മുറിയിൽ അനേകം ഇതുപോലുള്ള കുപ്പികൾ ഒരു അലമാരയിൽ സൂക്ഷിച്ചിട്ടുണ്ട്, മാക്സൽ പറഞ്ഞു. എങ്കിൽ അത് മനുഷ്യരാശിക്ക് വിപത്താണ്, നശിപ്പിക്കണം, ഡോക്ടർ അഭിപ്രായപ്പെട്ടു. അതുമാത്രം ചെയ്താൽ പോരാ, ആ മരുന്ന് മേലിൽ ഉൽപ്പാദിപ്പിക്കുന്നത് തടയുകയും അതിന് പിന്നിലുള്ള രഹസ്യം കണ്ടെത്തുകയും വേണം. മാക്സിൻ ദൃഢനിശ്ചയത്തോടെ എണീറ്റു. മാക്സിനും ഡോക്ടർ ജോൺസണും മുറിവിട്ട് വെളിയിൽ കടന്നു. ഡോക്ടർ ജോൺസന്റെ കയ്യിൽ യാതൊരു ആയുധവും ഇല്ലായിരുന്നു. മാക്സിൻ്റെ കയ്യിൽ ആണേൽ ഒരു തോക്ക് മാത്രമാണുള്ളത്. അവർ എത്തിപ്പെട്ടിരിക്കുന്ന രഹസ്യ സങ്കേതത്തിൽ ഏതെല്ലാം അപകടങ്ങൾ പതിയിരിപ്പുണ്ടെന്ന് പ്രവചിക്കാൻ അവർക്ക് ഇപ്പോൾ സാധ്യമല്ലായിരുന്നു. എങ്കിലും മാർക്സിന് അവരെ നേരിട്ടാൽ കൊള്ളാമെന്ന് തോന്നി. അതിന് അദ്ദേഹം വേണ്ടുന്ന വഴികളെക്കുറിച്ച് ആലോചിച്ചു. മാർക്സിനും ഡോക്ടർ ജോൺസണും പടവുകളിറങ്ങി താഴെയെത്തി. അവർ സ്വീകരണ മുറിയിലേക്ക് ശബ്ദമുണ്ടാക്കാതെ വളരെ സാവകാശം നടന്നെടുത്തു. മരുന്ന് കുപ്പികൾ കണ്ട മുറിയിൽ കടക്കുകയായിരുന്നു മാർക്സിൻ്റെ ലക്ഷ്യം. അവർ ഓരോ ചുവടും ശ്രദ്ധയോടെ വെച്ച് ആ മുറിയിൽ കടന്നുകൂടി. മാർക്സിൻ അലമാരയുടെ ലോഹപ്പടിയിൽ പിടിച്ച് വലിച്ചു. അത് മലർക്കെ തുറന്നു. ആശ്ചര്യമെന്ന് പറയട്ടെ, അതിനകം ശൂന്യമായിരുന്നു. എന്നാൽ ഉപയോഗിച്ചതിന് ശേഷം ഉപേക്ഷിച്ച സൂചികളും മറ്റും അവിടെ അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. അവർ അത് ഇവിടെ നിന്ന് മാറ്റിയിരിക്കുന്നു. മാർക്സിൻ ജോൺസിൻ്റെ മുഖത്തേക്ക് നോക്കി. അവ പുറം ലോകത്ത് എത്തിപ്പെട്ടാൽ ആപത്താണ്, ഡോക്ടർ പറഞ്ഞു. പെട്ടെന്ന് ആരുടെയോ കാലടികളുടെ ശബ്ദം അവർ കേട്ടു. ആ ശബ്ദം പുറത്തുനിന്ന് വന്ന് സ്വീകരണ മുറിയിൽ കടന്ന് ഇടനാഴിയിൽ എത്തിയ ശേഷം ഇല്ലാതാവുകയാണ് ചെയ്തത്. മാർക്സിനും ഡോക്ടർ ജോൺസണും ആ ശബ്ദത്തെ പിന്തുടരാൻ തീരുമാനിച്ചു. മാർക്സിൻ മുന്നിലായും ഡോക്ടർ ജോൺസൺ മാർക്സിൻ്റെ പിന്നിലായും നടന്നു. അവർ നടന്ന് സ്വീകരണ മുറിയിലെത്തി. അവിടെ നിന്നും ഇടനാഴിയിലും. ആ ബംഗ്ലാവിൽ താമസിക്കുന്ന ആൾ നിസ്സാരക്കാരനല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒറ്റയ്ക്ക് ആ ബംഗ്ലാവിൽ കഴിയുക ഒരു ധൈര്യശാലിക്ക് മാത്രമേ കഴിയുള്ളൂ. അവൾ നെരിപ്പോടിൽ വിറക് കൊള്ളികൾ നീക്കിയിട്ടു. ഞാൻ അയാളുടെ കയ്യിൽ അകപ്പെട്ടതാണ്. ഒരു മരുന്നിൻ്റെ സാമ്പിൾ പരീക്ഷിച്ച് ഞാൻ ആ പരിസരത്ത് കിടന്ന് ഉറങ്ങിപ്പോയി. താങ്കൾ പിന്നീട് പറയുമ്പോൾ ആണ് ഞാൻ ആ ബംഗ്ലാവിൽ എത്തിയ കാര്യം മനസ്സിലാക്കിയത്. ശരിയാണ്, നിന്നിൽ പ്രവർത്തിച്ച മരുന്ന് നിന്നെ ഉറക്കിക്കളഞ്ഞു. അയാളുടെ കയ്യിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്തിയത് നിന്നെ അന്വേഷിച്ചെത്തിയ നമ്മുടെ പുതിയ മനുഷ്യനാണ്. അയാൾ സിഗരറ്റ് ആഞ്ഞു വലിച്ച് പുകച്ചുരുളുകൾ ആകാശത്തേക്ക് വിട്ടുകൊണ്ടിരുന്നു. അയാളെ വധിക്കേണ്ടതായിരുന്നു. ഇപ്പോൾ നമ്മുടെ കയ്യിൽ അകപ്പെട്ട ആളും അയാളുടെ കൂട്ടത്തിലുള്ളതാകും, യുവതി അഭിപ്രായപ്പെട്ടു. അങ്ങനെയെങ്കിൽ അയാളെയും വധിക്കാം. ആദ്യം അവിടെ താമസിച്ച എഞ്ചിനീയർക്കും സുഹൃത്തിനും ഉണ്ടായ അതേ അനുഭവമാണ് ഇവർക്കും ഉണ്ടാകാൻ പോകുന്നത്. എന്തിനാണ് അവരുടെ മൃതശരീരം ഇപ്പോഴും നമ്മൾ സൂക്ഷിച്ചിരിക്കുന്നത്? അതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? യുവതി തിരക്കി. ഇസബല്ല, ഇപ്പോൾ നാം ഉണ്ടാക്കിയിരിക്കുന്ന മരുന്ന് ജീവനുള്ള മനുഷ്യരിൽ മാത്രമേ മാറ്റം വരുത്തുകയുള്ളൂ. എന്നാൽ ഉടൻ തന്നെ മൃതദേഹങ്ങളിലും പരീക്ഷണങ്ങൾ ആരംഭിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ വന്നാൽ കമ്പോളത്തിൽ ഈ മരുന്നിൻ്റെ വില ഇരട്ടിക്കും, അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇന്ന് തന്നെ മുഴുവൻ ലോഡും പുറപ്പെടും, യുവതി പറഞ്ഞു. ഇന്ന് രാത്രി തന്നെ അതിവിടെ നിന്ന് പുറപ്പെടണം, അല്ലെങ്കിൽ പ്രതീക്ഷയ്ക്ക് വിപരീതമായി പലതും സംഭവിക്കാം. പുരുഷൻ്റെ ശബ്ദം. മാർക്സിനും ഡോക്ടർ ജോൺസണും അവിടെ മറഞ്ഞു നിന്നുകൊണ്ട് അവരുടെ സംഭാഷണങ്ങൾ കേട്ടു. ആ ഫാക്ടറി പുനഃസ്ഥാപിക്കാൻ അവർ വീണ്ടും ശ്രമിക്കുന്നുണ്ട്, യുവതി പറഞ്ഞു. മാർക്സിൻ ആ മുറിയിലെ ഒരു ജനാൽക്കൽ പോയി നിന്നു. ജനാലയുടെ പാഴിയുടെ വിടവിലൂടെ അദ്ദേഹം അകത്തേക്ക് നോക്കി. തന്നോടൊപ്പം ഉണ്ടായിരുന്ന യുവതി. ഇവൾ ഈ കൂട്ടത്തിലുള്ളതാണ്. മാർക്സിൻ്റെ അധരങ്ങൾ മന്ത്രിച്ചു. അവളെ കൂടാതെ മറ്റൊരാളും അതിനുള്ളിൽ ഉണ്ടായിരുന്നു. കാഴ്ചയിൽ അയാളുടെ പ്രായം 70 കഴിഞ്ഞിട്ടുണ്ടാകണം. മുഖം വ്യക്തമല്ലായിരുന്നു. ഒരു നെടുങ്കൻ കോട്ടാണ് ധരിച്ചിരിക്കുന്നത്. ഒന്നുകൂടി ശ്രദ്ധിച്ചപ്പോൾ അയാളുടെ വിരലുകളിൽ പൊള്ളലേറ്റിരുന്നു. ഇനി ഒരിക്കലും അതിനനുവദിക്കരുത്. കാരണം അത്തരത്തിൽ ഒരു വ്യവസായശാല അവിടെ ഉയരുകയാണെങ്കിൽ നമ്മുടെ എല്ലാ പദ്ധതികളും തകരും. നമുക്ക് മറിഞ്ഞിരിക്കാൻ ഇതുപോലൊരു സ്ഥലവും മരുന്നുകളുണ്ടാക്കാൻ ഇനിയും ഒരു പരീക്ഷണശാല നിർമ്മിക്കാനും അസാധ്യമാണ്.
അയാൾ വീണ്ടും ഒരു സിഗരറ്റ് കത്തിച്ച് അത് കടിച്ചു പിടിച്ചു. അങ്ങനെയാണെങ്കിൽ ഇനിയും ധാരാളം മരണങ്ങൾ ഇവിടെ നടക്കുമല്ലോ, ഇസബെല്ല അടക്കിച്ചിരിച്ചു. ഇതെല്ലാം കേട്ടുനിന്ന മാർക്സിനും ഡോക്ടർ ജോൺസണും പരസ്പരം മുഖത്തേക്ക് നോക്കി. ഞൊടിയിടയിൽ മാർക്സിനും ജോൺസണും ഇരുന്നു കൊണ്ട് തല കുത്തിമറിഞ്ഞ് ആ മുറിക്കുള്ളിലേക്ക് കടന്നു കയറി. മാർക്സിൻ മുറിക്കുള്ളിൽ കയറിയതും പോക്കറ്റിൽ നിന്നും റിവോൾവർ എടുത്ത് അയാളെ ചൂണ്ടിയതും ഒന്നിച്ചായിരുന്നു. അപ്രതീക്ഷിതമായ ഒരു നീക്കമായിരുന്നത്. അതുകൊണ്ട് അയാൾക്ക് നോക്കി നിൽക്കാൻ മാത്രമേ സാധിച്ചുള്ളൂ. ഡോക്ടർ ജോൺസൺ അതേസമയം തന്നെ ഇസബെല്ലയെ കടന്നു പിടിച്ച് കൈകൾ രണ്ടും പിന്നിലേക്ക് പിടിച്ചു വെച്ചു. ലോപ്പസ്, എന്തെങ്കിലും വേഗം പ്രവർത്തിക്കൂ, ഇസബെല്ല വിളിച്ചു പറഞ്ഞു. വളരെ പെട്ടെന്നാണ് ലോപ്പസ് എന്നു പേരുള്ള അയാൾ കുനിഞ്ഞ് തറയിലിരുന്ന് കോട്ടിൻ്റെ പോക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കൈ കടത്തിയത്. അനങ്ങരുത്, മാർക്സിൻ്റെ ശബ്ദം ആ മുറിയിൽ പ്രഗമനം കൊണ്ടു. അയാൾ പോക്കറ്റിൽ നിന്നും കൈവലിച്ചു. മാർക്സിന് അയാളുടെ അടുത്തെത്തി അയാളുടെ പോക്കറ്റിൽ കൈയിട്ടു. അതൊരു പിസ്റ്റളായിരുന്നു. അതിൽ ഒരു വെടി തന്നെ ധാരാളമായിരുന്നു ആഴത്തിൽ ഒരാളെ പരിക്കേൽപ്പിക്കാൻ. നിങ്ങളെന്തിനാണ് ഇവിടെ വന്നത്? നിങ്ങൾ ആ എഞ്ചിനീയർ അല്ലേ? ഇസബെല്ല ചോദിച്ചു. ആയിരുന്നു, പക്ഷേ ഇപ്പോൾ മുതലല്ല. ജോൺസനാണ് അതിനുത്തരം നൽകിയത്. നിങ്ങൾ ഇന്ന് കയറ്റി അയക്കാൻ പോകുന്ന മരുന്നുകൾ ഇപ്പോൾ എവിടെയാണ്? മാർക്സിൻ ലോപ്പസിൻ്റെ നേരെ തോക്ക് ചൂണ്ടി. അയാളാകെ പരിഭ്രമിച്ചു. ഈ കെട്ടിടത്തിൻ്റെ പുറകിൽ ഒരു മുറിയുണ്ട്, അവിടെയാണ്. ലോപ്പസ് ആ തണുപ്പിലും വിയർക്കുന്നുണ്ടായിരുന്നു. മാർക്സിൻ അയാളെ ബലമായി പിടിച്ച് എണീപ്പിച്ച് കെട്ടിടത്തിൻ്റെ പിന്നിലേക്ക് നടന്നു. ഡോക്ടർ ജോൺസൺ ഇസബെല്ലയെ അവരുടെ പിന്നാലെ നടത്തിച്ചു. അവർ ആ മുറി വിട്ട് ഇടനാഴിയിൽ കൂടി നടന്ന് കെട്ടിടത്തിൻ്റെ പിന്നിലെത്തി. ആ കെട്ടിടത്തിൻ്റെ പിന്നിൽ അത്തരത്തിലൊരു മുറിയുണ്ടെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. അതൊരു കോൾഡ് സ്റ്റോറേജ് ആയിരുന്നു. ഗ്ലാസ് കൊണ്ടായിരുന്നു ആ മുറിയുടെ ചുവരുകൾ നിർമ്മിച്ചിരുന്നത്. ആ മുറിക്കുള്ളിൽ കടക്കുവാൻ ബയോട്രിക് ഇലക്ട്രോണിക് ഉപകരണം പിടിപ്പിച്ചിരുന്നു. ഫിംഗർ പ്രിൻ്റ് ഉപയോഗിച്ച് മാത്രമേ ആ മുറി തുറക്കുവാൻ കഴിയുമായിരുന്നുള്ളൂ. ഗ്ലാസ്സിലൂടെ മുറിക്കുള്ളിൽ ധാരാളം മരുന്നുകൾ ഷെൽഫുകളിൽ അടുക്കി വെച്ചിരിക്കുന്നത് അവർക്ക് കാണാമായിരുന്നു. ആ കുപ്പികളിൽ ഒന്നിൽ പോലും ലാബിലുകൾ പതിച്ചിട്ടില്ലായിരുന്നു. ഇത് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? മാർക്സിൻ ലോപ്പസ് എന്ന് വിളിക്കുന്ന ആളുടെ നേരെ തിരിഞ്ഞു. ഫ്രാൻസിലേക്കാണ്. അവിടെ നിന്നും കടൽ മാർഗം പല രാജ്യങ്ങളിലേക്കും. അയാൾ ചിരിച്ചു. പെട്ടെന്ന് ഒരു വലിയ കൈ വന്ന് മാർക്സിൻ്റെ ചുമലിൽ വീണു. ഭീകര മനുഷ്യൻ, ഡോക്ടർ ജോൺസൺ വിളിച്ചു പറഞ്ഞു. മാർക്സിൻ കുനിഞ്ഞ് ആ വലിയ കൈ തട്ടിമാറ്റി. ആ ജന്തുവിൻ്റെ നേരെ കൈ തോക്ക് ചൂണ്ടി. ആ വലിയ ജീവി അത് വകവയ്ക്കാതെ മാർക്സിൻ്റെ നേരെ പാഞ്ഞെടുത്തു. മാർക്സിൻ്റെ തോക്കിൽ നിന്നും വെടി ഉയർന്നു. വെടികൊണ്ടത് അതിൻ്റെ ഹൃദയഭാഗത്തായിരുന്നു. ആ ഭീകര മനുഷ്യൻ പിറകോട്ട് മറിഞ്ഞു. ഇത് കണ്ടു നിന്ന ലോപ്പസ് തിരിഞ്ഞോടുവാൻ ഭാവിച്ചു. കീഴടങ്ങുന്നതാണ് നല്ലത്, കാരണം ഇനി നിങ്ങൾക്ക് രക്ഷയില്ല, മാർക്സിൻ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. അയാൾ പിന്നീട് അനങ്ങിയില്ല. മാർക്സിൻ ആവശ്യപ്പെട്ടതനുസരിച്ച് അയാൾ തൻ്റെ വിരലടയാളം ഉപയോഗിച്ച് ആ മുറി തുറന്നു നൽകി. ഡോക്ടർ ജോൺസൺ ഇസബെല്ലയെ മാർക്സിനെ ഏൽപ്പിച്ച് ആ മുറിക്കുള്ളിൽ കടന്നു. അതിനുശേഷം ആ മുറിയുടെ താപനില ക്രമാതീതമായി വർദ്ധിപ്പിച്ചു. അതിനുശേഷം ആ മുറി വിട്ട് പുറത്തു വന്ന് അതിൻ്റെ വാതിലുകൾ അടച്ചു. ഇനി അവ പ്രവർത്തിക്കില്ല. ഉയർന്ന താപനിലയിൽ അവ നശിച്ചുകൊള്ളും. ഡോക്ടർ ജോൺസൺ നെടുവീർപ്പിട്ടു. ഇത് കണ്ടു നിന്ന ബെല്ല ഡോക്ടറുടെ മേലെ ചാടി വീണ് അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ പിടിമുറുക്കി. ഡിറ്റക്റ്റീവ് മാർക്സിൻ അവളുടെ നേരെ നിറയൊഴിച്ചു. വെടിയുണ്ട അവളുടെ കാലിൽ പതിച്ചു. ഇത് കണ്ടു നിന്ന ലോപ്പസ് ഞെട്ടിത്തെറിച്ചു പോയി. അത്തരത്തിലുള്ള ഒരു പ്രവൃത്തി അയാൾ പ്രതീക്ഷിച്ചില്ലായിരുന്നു. ലോപ്പസ് ഒറ്റക്കുതിപ്പിനെ ആ മുറിയുടെ മറ്റൊരു വാതിലൂടെ കടന്ന് അപ്രത്യക്ഷമായി. മാർക്സിൻ അയാൾ പോയ വാതിലൂടെ പിന്നാലെ പാഞ്ഞു. ആ വാതിലിനപ്പുറം കൊടും വനമായിരുന്നു. അത്തരത്തിൽ ഒരു രഹസ്യവാതിൽ അവിടെയുണ്ടെന്ന് മാർക്സിൻ വിചാരിച്ചില്ല. അദ്ദേഹം ആ പ്രദേശമാകെ അയാളെ തേടി നടന്നു. പക്ഷേ യാതൊരു ഫലവും ഉണ്ടായില്ല. അദ്ദേഹം തിരികെ അതേ വാതിലിലൂടെ അകത്ത് പ്രവേശിച്ചു. അയാൾ രക്ഷപ്പെട്ടിരിക്കുന്നു, മാർക്സിൻ പറഞ്ഞു. മാർക്സിനും ഡോക്ടർ ജോൺസണും കൂടി ഇസബെല്ലയെ കൈകൾ രണ്ടും ബന്ധിച്ച് ആ കെട്ടിടത്തിൻ്റെ പുറത്തു വന്നു. അതിനുശേഷം അവർ നടന്ന് പ്രധാന ഗേറ്റിൻ്റെ വെളിയിൽ വന്നു. സൂര്യൻ്റെ കിരണങ്ങൾ ആ പ്രദേശമാകെ വീണു തുടങ്ങിയിരുന്നു. ഇസബെല്ല അനുസരണയുള്ള ഒരു കുട്ടിയെപ്പോലെ അവരുടെ കൂടെ നടന്നു. എന്നെ നിങ്ങൾക്ക് വെറുതെ വിട്ടുകൂടെ? അയാളാണ് എല്ലാം ചെയ്തത്, ഇസബെല്ല കരഞ്ഞുകൊണ്ട് പറഞ്ഞു. വിടാമായിരുന്നു, പക്ഷേ ഇനിയിപ്പോൾ സാധിക്കില്ല. കാരണം ഇതിൻ്റെ പിന്നിലുള്ള രഹസ്യങ്ങൾ അറിയാവുന്നത് നിനക്ക് മാത്രമാണ്. അവർ കുതിരപ്പുറത്ത് ബംഗ്ലാവിലേക്ക് നീങ്ങി. ബംഗ്ലാവിലെത്തിയപ്പോൾ എലിസബത്തും കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ബംഗ്ലാവിലെത്തിയ അവർ ഫ്രഞ്ച് പോലീസിനെ വിവരമറിയിച്ചു. നടന്ന സംഭവങ്ങളെല്ലാം എലിസബത്തിന് ഡോക്ടർ ജോൺസൺ വിവരിച്ചു നൽകി. അപ്പോൾ ഇനിയും അവിടെ ഭീകരമനുഷ്യർ കാണുമോ? എല്ലാവരും ഇസബെല്ലയുടെ മുഖത്തേക്ക് നോക്കി. ഒന്നുകൂടിയുണ്ട്, അവൾ ഉത്തരം പറഞ്ഞു. വൈകുന്നേരമായപ്പോൾ ഫ്രഞ്ച് പോലീസ് അവിടെ എത്തി ആ യുവതിയെ ഏറ്റുവാങ്ങി. അതിന് പിന്നിൽ പ്രവർത്തിച്ച മരുന്ന് ഉൽപ്പാദന കമ്പനിയെ കണ്ടെത്തി. അതിൽ പ്രവർത്തിച്ചവരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. മാർക്സിനും കൂട്ടർക്കും തിരികെ പോകാനുള്ള എല്ലാ ക്രമീകരണങ്ങളും അവർ ചെയ്തിരുന്നു. ഒരു വലിയ കുതിരവണ്ടി അവർക്ക് വേണ്ടി സജ്ജീകരിച്ചിരുന്നു. ആ പ്രദേശമാകെ പോലീസുകാർ വളഞ്ഞിരുന്നു. എഞ്ചിനീയറുടെയും ഫ്രാങ്കിളുടെയും മൃതശരീരങ്ങൾ അവർ ആ കെട്ടിടത്തിൽ നിന്നും കണ്ടെടുത്തു. അവർ എത്ര ശ്രമിച്ചിട്ടും അവർക്ക് ആ ഭീകര മനുഷ്യനെയും ലോപ്പസിനെയും കണ്ടെത്താനായില്ല. ഒരുപക്ഷെ അവർ ഭയന്ന് മറ്റെവിടെയെങ്കിലും പോയി കാണുമെന്ന് അവർ അനുമാനിച്ചു. സൂര്യൻ അസ്തമിക്കാറായി. അവർ എല്ലാവരും ഒന്നിച്ച് യാത്ര ചെയ്യാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. എന്നാൽ യാത്ര പുറപ്പെടുന്നതിന് തൊട്ടുമുമ്പ് ഡിറ്റക്റ്റീവ് മാർക്സിനെ കാണാതായി. അവർ ആ ബംഗ്ലാവ് മുഴുവൻ അന്വേഷിച്ചിട്ടും അദ്ദേഹത്തെ കണ്ടുകിട്ടിയില്ല.
ഡോക്ടർ ജോൺസൺ തൻ്റെ കോട്ടിൻ്റെ പോക്കറ്റിൽ നിന്നും തിരികെ പോകാനുള്ള വിമാനത്തിൻ്റെ ടിക്കറ്റ് പരിശോധിച്ചു. എന്നാൽ അതിൽ മാർക്സിൻ്റെ ടിക്കറ്റ് മാത്രം ഇല്ലായിരുന്നു. ഭയപ്പെടാനില്ല, നമുക്ക് യാത്ര തിരിക്കാം. അദ്ദേഹം എയർപോർട്ടിൽ എത്തിക്കൊള്ളും, ജോൺസൺ എലിസബത്തിനോട് പറഞ്ഞു. അവർ കുതിരവണ്ടിയിൽ കയറി യാത്ര തിരിച്ചു. എലിസബത്തും ഡോക്ടർ ജോൺസണും ഒന്നിച്ച് ഒരു കുതിരവണ്ടിയിലാണ് സഞ്ചരിച്ചത്. അവർ നോക്കി നിൽക്കെ ഒരു കുതിര മുന്തിരിത്തോട്ടത്തെ ലക്ഷ്യമാക്കി പായുന്നത് അവർ കണ്ടു. അദ്ദേഹം ഉറപ്പായിട്ടും വിജയിക്കും, എലിസബത്ത് മന്ത്രിച്ചു. ഈ കഥ ഇവിടെ പൂർണ്ണമാകുന്നു. രാത്രികളിൽ കഥകൾ വന്നു വിളിക്കും. ഞാൻ ആരെയും ഉണർത്താതെ മേശവിളക്കിൻ്റെ വെളിച്ചത്തിൽ കഥയിലേക്ക് പോകും. അതൊരു വല്ലാത്ത യാത്രയാണ്. പലപ്പോഴും ജീവിതവും അങ്ങനെ തന്നെ. കോട്ടയം പുഷ്പനാഥ്.